നമ്മൾ ഒന്നിച്ച് അല്പ മിനിറ്റുകൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കാൻ തുടങ്ങുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തിപരമായി ഇടപെടേണ്ടതിന് നമുക്കെല്ലാവർക്കും ചേർന്ന് കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇവിടുത്തെ ജോലി തിരക്കുകളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും ഒക്കെ നടുവിൽ നിന്ന് അല്പ മിനിറ്റുകൾ നമുക്ക് ദൈവത്തെ പാടി ആരാധിക്കുവാനും ദൈവത്തിൻ്റെ വചനം പങ്കിട്ട് ഗ്രഹിക്കുവാനും കഴിയത്തക്ക വിധത്തിൽ ദൈവം അനുകൂലമായ സന്ദർഭം നൽകിയത് ജീവിതത്തിൻ്റെ ഭാഗ്യമാണ് എന്ന് കാണുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ ഈ തിരുവെഴുത്തുകളുടെ മുമ്പിൽ നമുക്ക് ആഴമായി സ്വന്തം ജീവിതത്തെ ആഴത്തിൽ ഒന്ന് ദൈവത്തിൻ്റെ അനാദി നിർണയത്തിൻ്റെ ഭാഗമാണ് ഇന്ന് രാത്രിത്തെ കൂടി വരവ് എന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ. പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസന്റെ കുടുംബവുമായിട്ട് വളരെ ദീർഘവർഷങ്ങളുടെ ആത്മബന്ധം എനിക്കുണ്ട്. എന്നാൽ ഈ പ്രാവശ്യത്തെ ഇവിടെയുള്ള യാത്രയിലാണ് ദൈവത്തിനുമായി അടുത്തിടപെടുവാനും ഒരുമിച്ച് യാത്ര ചെയ്യുവാനും ഒക്കെ ദൈവം അവസരം നൽകിയത്. ഞങ്ങൾ ഒന്നിച്ച് തുടക്കത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ലോകത്തിൻ്റെ വിവിധ മേഖലകളിലെ സുവിശേഷ യോഗങ്ങളിലൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും ചുരുക്കം ചില പ്രിയപ്പെട്ടവരോടാണ് ആദ്യ ബന്ധങ്ങളിൽ തന്നെ അറിയാത്ത ഒരു ഇഴയടുപ്പം തോന്നിയിട്ടുള്ളത്. അതുപോലെ ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസനോട് ആദ്യ കാഴ്ച മുതൽ ഇങ്ങോട്ട് മനസ്സിന് വല്ലാത്ത ഒരാത്മബന്ധമുണ്ടായി. ഒരുമിച്ച് ചില മിനിറ്റുകൾ വിശ്രമിപ്പാനും ഒക്കെ ദൈവം ഭാഗ്യം നൽകി. ഈ ചെറിയ കൂടിവരവിൽ പങ്കെടുക്കുമ്പോൾ തന്നെ വ്യക്തമായ ഒരാത്മനിയോഗം എനിക്ക് തോന്നുന്നു. ഈ ആലയത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ തേജസ് നിഴൽ മൂടി നിൽക്കുന്ന ഒരു കാഴ്ച ആത്മകണ്ണുകൾ കൊണ്ട് ഞാൻ കാണുന്നു. ഈ ആലയത്തിൽ ഇരിപ്പാൻ കഴിയാത്തതുപോലെ ആത്മാക്കൾ കയറി വരുന്ന ഒരു അധ്യായം ഈ സഭയുടെ ചരിത്രത്തിന് മുൻപിൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അടിസ്ഥാനമുണ്ടവൻ ദൈവമാണെങ്കിൽ പണി പൂർത്തിയാക്കാതെ പിൻവലിക്കാത്ത ഒരു കരം ഇതിൻ്റെ പുറകിലുണ്ട്. പ്രാർത്ഥിക്കുന്ന ചില ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഉയരുമെങ്കിൽ അസാധാരണമായ ചില ദൈവിക ഇടപെടലുകൾ ഇവിടെ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ രണ്ട് പക്ഷമില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. ഇന്ന് രാത്രി ആമുഖമായി തന്നെ ഞാൻ പറയട്ടെ, നമ്മെ രക്ഷയിലേക്ക് നയിച്ച ഘടകം യേശുക്രിസ്തുവിൻ്റെ കാൽവറി ബലിമരണമാണ്. യേശുക്രിസ്തുവിൻ്റെ കാൽവറി ബലിമരണം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു സാക്ഷാൽ വചനത്തിൻ്റെ മജ്ഞയും മാംസവും മേധസ്സും കൊണ്ട രൂപമാണ്. നാം ഉറയ്ക്കേണ്ടത് അനുഭവങ്ങളിലല്ല, നാം ഉറയ്ക്കേണ്ടത് ജീവന്റെ വചനത്തിലാണ്. അല്പ മിനിറ്റുകൾ നാം ഇന്ന് ധ്യാനിക്കുമ്പോൾ ഇവിടെ സംസാരിക്കുന്നത് എന്താണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ നന്നായി പതിയണം എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. ഹൈന്ദവ നായർ തറവാട്ടിൽ ജനിച്ചു വളർന്ന ഒരു സഹോദരനെ കുറിച്ച് അറിയാം. അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടെ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രാരംഭകാലം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തൻ്റെ സഹോദരിക്ക്, തൻ്റെ ഭാര്യയ്ക്ക് ശാരീരികമായൊരു അസ്വസ്ഥതയുണ്ടായി. അസ്വസ്ഥത ടെസ്റ്റ് ചെയ്തു, റിസൾട്ട് വന്നു ക്യാൻസർ രോഗം. അത് 4ാം തരം കഴിഞ്ഞിരിക്കുന്നു. ചികിത്സ ആരംഭിച്ചു. റേഡിയേഷനും കീമോതെറാപ്പിയും ഒക്കെ നടന്നു. ഈ സഹോദരിയുടെ ശരീരം കരിക്കട്ട പോലെ കറുത്തു, തലമുടിയൊക്കെ പൊഴിഞ്ഞു. വളരെ സ്നേഹസമ്പന്നനായി ചെറുപ്പക്കാരൻ്റെ സമനില തെറ്റി. ബാങ്കിൽ മാനേജരാണ് അദ്ദേഹം. അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ ഒപ്പിടാണ്ടാത്ത ഇടത്തൊക്കെ കയറി ഒപ്പിടും. ഒപ്പിടേണ്ട ഇടത്തൊന്നും ഒപ്പിടത്തില്ല. ആകപ്പാടെ രംഗം കുഴഞ്ഞു മറിയുകയാണ്. ഈ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പെന്തക്കോസ്തുകാരനായ രാജു ബ്രദർ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, സാർ, ഞങ്ങളുടെ വീട്ടിൽ ഇന്നൊരു പ്രാർത്ഥന നടക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായിട്ട് യോഗത്തിന് വാ. ഞങ്ങൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് അവളെ സൗഖ്യമാക്കും. ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്നയാളാണ് മാനേജർ. പിന്നെ ഗതികേടിൻ്റെ ഒറ്റത്തടിപ്പാലത്തെ കയറുമ്പോൾ തട്ടിപ്പും പരീക്ഷിച്ച് നോക്കാൻ ആരും തയ്യാറാകുമല്ലോ. തട്ടിപ്പായാലും വേണ്ടുകയില്ല, വൈകിട്ട് പരീക്ഷിക്കാമെന്ന മറ്റൊരു ഭാര്യയുമായിട്ട് അന്ന് രാത്രി ആദ്യമായി പെന്തക്കോസ്ത് യോഗത്തിൽ പോയി. യോഗത്തിൽ പെന്തക്കോസ്തിൻ്റെ കയ്യടിയും വലിയ ഭാഷയും നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ
ഈ ശബ്ദകോലാഹലങ്ങളൊന്നും സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ തല മുമ്പിട്ട് രണ്ടുപേരും പുറകിലത്തെ ഭാഗത്തിരിക്കുമ്പോൾ കൃപാകരമുള്ള ദൈവദാസൻ ആത്മനിയോഗത്തോടുകൂടി നടന്ന് പുറകിലേക്ക് ചെന്ന് ഈ സഹോദരിയുടെ തലയിൽ കൈവച്ച പ്രവചനം, നിന്റെ ശരീരത്തെ ഗ്രസിച്ചിരിക്കുന്ന രോഗബന്ധനത്തെ അഴിച്ചു മാറ്റി നിനക്ക് സൗഖ്യം തരാൻ യേശുവിന്റെ കരം ചലിക്കുന്നു. എന്തിന്? ഈ സഹോദരിയുടെ ശരീരം വല്ലാതെ ഷിവർ ചെയ്യാൻ തുടങ്ങി. കർത്താവ് അവളെ അത്ഭുതകരമായി സൗഖ്യമാക്കി. അടുത്ത ദിവസം ഹോസ്പിറ്റലിലെത്തി, റിസൾട്ട് വന്നു, അവൾക്ക് ക്യാൻസർ രോഗമില്ല. ഞാൻ ഈ വസ്തുത ആമുഖത്തിൽ തന്നെ പറയട്ടെ, അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരകൾ ഉയർത്തിപ്പിടിച്ച് ആത്മാവ് പറയണം, അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല. ആ കുടുംബം വിശ്വാസത്തിലായി. രണ്ടാമതൊരു കുഞ്ഞിന് ഈ സഹോദരി ജന്മം കൊടുത്തു. ഈ കുഞ്ഞ് LKG പഠിക്കുന്ന സമയം ഈ കുഞ്ഞിനെ കൊണ്ടുവരുവാനായിട്ട് വഴിവക്കിൽ അമ്മ കാത്തു നിൽക്കുകയാണ്. അതിശക്തമായ എതിർപ്പുകൾ നായത്തറവാട്ട് കുടുംബവക കുളവും വെച്ചുപൂജയും ഉണ്ടായിരുന്ന കുടുംബത്തിൽ നിന്ന് പെന്തക്കോസ്തിൽ ഇറങ്ങിയത് കൊണ്ട് ഉണ്ടായി നോക്കണം. അവർ പിടിച്ചു നിന്നു. എന്നിട്ടൊടുവിൽ ഈ കുഞ്ഞിനെ കൊണ്ടുവരുവാൻ അമ്മ വഴിവക്കിൽ കാത്തു നിൽക്കുമ്പോൾ സ്കൂൾ ബസ് വന്നു. ഈ കുഞ്ഞ് ബസ്സിൽ നിന്നിറങ്ങി. അമ്മ മറുവശത്ത് നിൽക്കുന്ന സമയം മമ്മീ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞ് അമ്മയുടെ അടുക്കലേക്ക് റോഡ് ക്രോസ് ചെയ്ത് ഓടി അടുക്കുമ്പോൾ എതിർവശത്തുകൂടെ അറിയാതെ പാഞ്ഞു വന്ന ഒരു അംബാസഡർ കാർ ഈ കുട്ടിയെ ഇടിച്ചു നിർപ്പിച്ചു. ഇടിയേറ്റ് ഇലക്ട്രിക് ലൈനിന്റെ ഭാഗത്തോട്ട് പൊങ്ങിയിട്ട് നടുറോഡിലേക്ക് വീണ കുഞ്ഞിന്റെ ദേഹത്തുകൂടെ വണ്ടി കയറിയിറങ്ങുന്ന കാഴ്ച പെറ്റ തള്ള നോക്കി നിൽക്കുകയാണ്. ഓടിയങ്ങോട്ട് ചെന്ന് മുട്ടുകുത്തി നിന്ന് ചിതറിക്കിടക്കുന്ന ഈ ശവശരീരത്തിന്മേൽ ഒരു പ്രാന്തിയെ പോലെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ സഹോദരി അലറി. ചുരുക്കി ഞാനങ്ങ് പറയാം, പോസ്റ്റ്മോർട്ടവും ശവമടക്കവും ഒക്കെ കഴിഞ്ഞു. ആളുകൾ പറഞ്ഞു, കുലദൈവങ്ങളെ സേവിച്ചവർ വിട്ടുപോയത് കൊണ്ട് കിട്ടിയ ശിക്ഷയാണിത്. ചുരുക്കത്തിൽ അവർ യോഗത്തിന് വരാതെ വന്നു. പിന്നീട് ഒരിക്കൽ ഒരു മന്ത്രവാദിയെ വിളിച്ചു വരുത്തി ലക്ഷണം വെപ്പിച്ചു നോക്കി. ചുരുക്കിയെന്ന് പറയാം, ഇന്നവർ വിശ്വാസത്തിൽ ഇല്ല. ഞാൻ എന്തിനാണ് ഈ ഉദാഹരണം ആമുഖത്തിൽ പറഞ്ഞത്? അവരെ സത്യത്തിലേക്ക് നയിച്ചത് ഒരനുഭവമല്ലേ? ഒരു ദൈവിക രോഗശാന്തിയുടെ അനുഭവം പ്രാപിച്ചല്ലേ ആ കുടുംബം സത്യത്തിലേക്ക് വന്നത്. എന്നാൽ മറ്റൊരനുഭവം അവരെ തകർത്ത് കളഞ്ഞില്ലേ? ഈ ദൂതിന്ന് രാത്രിയിൽ ശ്രദ്ധിക്കുമ്പോൾ കേൾക്കുക, ഞാനും നിങ്ങളും വിശ്വാസത്തിലേക്ക് വന്നത് വേദശാസ്ത്രം പഠിച്ചിട്ടല്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെയും കുടുംബചരിത്രം പരിശോധിച്ചാൽ നിങ്ങളൊക്കെ വിശ്വാസത്തിലേക്ക് വന്നത് അനുഭവം പ്രാപിച്ചിട്ടാണ്. ഈ സംസാരിക്കുന്ന ഞാൻ സത്യത്തിലേക്ക് വന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, അനുഭവത്തിലൂടെ സത്യത്തിലേക്ക് വന്ന നമ്മെ എന്നും കാത്തു നിൽക്കുന്നത് മാധുര്യമുള്ള വിടുതലിന്റെ അനുഭവമാണെന്ന് വിചാരിക്കരുത്. പ്രതീക്ഷിക്കാൻ കഴിയാത്ത പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തെ കാത്തു നിൽപ്പുണ്ട്. എൻ്റെ അപ്പൻ എനിക്കെതിരെ, എൻ്റെ അമ്മ എനിക്കെതിരെ, എൻ്റെ രക്തബന്ധങ്ങൾ എനിക്കെതിരെ, എല്ലാം എനിക്ക് പ്രതികൂലം എന്ന് പറയുന്ന കറുത്ത ദിവസങ്ങൾ നമ്മെ കാത്തു നിൽപ്പുണ്ട്. അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ അനുഭവത്തിൽ ഉറച്ചാൽ പോരാ, വചനത്തിൽ ഉറയ്ക്കണം. ആ വേദപുസ്തകം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്, പുസ്തകം കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ദൈവമക്കളും പുസ്തകം ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, ഇന്ന് രാത്രി എയും ബിയും സിയും ഡിയും പറയുന്ന അനുഭവത്തിലാണ് നിങ്ങൾ ഉറയ്ക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അടുത്ത നിങ്ങളുടെ പ്രതികൂലത്തിൽ നിങ്ങൾ കെട്ടോടെ തകരും. എന്നാൽ ജീവന്റെ വചനത്തിൽ ഉറയ്ക്കാൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുത്താൽ
ദൈവത്തിന് സ്തോത്രം. ജീവൻ അർപ്പിക്കേണ്ടി വന്നാലും, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും, സകലതും പ്രതികൂലമായാലും, എല്ലാവരും പുറങ്കാൽ കൊണ്ട് ചവിട്ടിയെറിഞ്ഞാലും, എൻ്റെ ഊർദ്ധശ്വാസം അവസാനിക്കുന്നത് വരെ ഞാൻ ഈ പിടിച്ച പ്രമാണം നെഞ്ചോട് അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് എൻ്റെ വിശ്വാസയാത്ര കഴിക്കുമെന്ന് പറയാൻ കഴിയണമെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ അനുഭവത്തിൽ ഉറയ്ക്കരുത്, വചനത്തിൽ ഉറയ്ക്കണം. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, നിങ്ങൾ അനുഭവത്തിൽ ഉറയ്ക്കരുത്, വചനത്തിൽ ഉറയ്ക്കണം. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഈ രാത്രി പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുവാൻ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് ഓടിയെത്താം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം, അതിലെ 1 മുതൽ ചില വാക്യങ്ങൾ വായിച്ചുകൊണ്ട്. സാധാരണ 9 മണിക്കാണ് യോഗം അവസാനിക്കുന്നത്. എപ്പോഴാണ് അവസാനിപ്പിക്കട്ടെ? യോഗം അവസാനിപ്പിക്കേണ്ട സമയത്തിന് പരിമിതി നമ്മുടെ മുൻപിലുണ്ട്. അതിനുള്ളിൽ ഞാൻ കാര്യങ്ങൾ ക്ലോസ് ചെയ്യാം. അതുകൊണ്ട് ഒട്ടും സമയം നഷ്ടപ്പെടുത്താതെ ഇന്ന് രാത്രി നിങ്ങൾ തിരുവെഴുത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് വേഗം ഞാൻ കൊണ്ടുവരുന്നു. പെട്ടെന്ന് നിങ്ങളുടെ ഹൃദയം അതിൽ ഒന്ന് ഏകീകരിക്കപ്പെട്ട് ലൂക്കോസ് 13-ന്റെ 1 മുതൽ വായിച്ചാൽ. അല്ല, ശിലോഹാമിലെ ഗോപുരം വീണു മരിച്ചുപോയ ആ 18 പേർ യെരുശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നു എന്ന് തോന്നുന്നു. മതിയല്ലോ. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താണ്. ഒരിക്കൽ കൂടെ ആ പുസ്തകം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കുക. പുസ്തകം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇന്നും രാത്രി അല്പസമയം നമ്മൾ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ ഇതൊരു ബഹളമായി അവസാനിക്കരുത്, ഇതൊരു സമർപ്പണമായി അവസാനിക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ ജീവിച്ചിരുന്ന നിരവധി കർത്തദാസന്മാരുണ്ട്. അതിൽ ആശാര്യോപദേശി എന്നുള്ളൊരു പാസ്റ്ററുണ്ട്. അദ്ദേഹം ആദ്യമായി അമേരിക്കയിൽ കെന്നഡി എയർപോർട്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെട്ടി തുറന്ന്, വർഷങ്ങൾക്ക് പുറകിലാണ്, പെട്ടി തുറന്ന് വേദപുസ്തകം എടുത്ത് അത് തലേ അയ്യപ്പ ഭക്തന്മാർ ഇരുമുടിക്കെട്ട് വെക്കുന്നത് പോലെ തലയെ വെച്ചുകൊണ്ട് ഇറങ്ങിച്ചു. ഈ ഭാവം കണ്ടപ്പോൾ സ്വീകരിക്കാൻ വന്നതെന്ന് ആൾക്കാർ പറഞ്ഞു, സാറേ ഇങ്ങനെയൊന്നും ഇവിടെ പെരുമാറുന്നത് ക്യാമറ കണ്ണുകൾക്ക് നടുവിലാണ്, മറ്റുള്ളവർ കണ്ടാൽ ഇതെന്തോ അസ്വസ്ഥതയാണെന്ന് തോന്നും. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, എടാ, എന്നെ പോലെ ആശാരിപ്പണിക്കിറങ്ങിയ നിരവധി ആളുകൾ നാട്ടിൽ പട്ടിക്കൂടിന് പട്ടി അടിച്ച് കഴിയുമ്പോൾ എഴുത്തും വായനയും അറിയാത്ത ഈ ആശാരിയെ കെന്നഡി എയർപോർട്ടിൽ എത്തിച്ചത് എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ ജീവന്റെ വചനമാണ്. ഇത് തലേ തന്നെ ഇരിക്കട്ടെ. ഇന്ന് രാത്രി ഈ വചനവുമായി നടക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയത് പദവിയാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് സ്തോത്രം പറയാതിരിക്കാൻ കഴിയുകയില്ല. ഈ രാത്രി വചനത്തിനായി നമുക്ക് ദൈവത്തിന് മഹത്വം അർപ്പിക്കുവാനായിട്ട് കഴിയണം. പ്രാർത്ഥനയിൽ നിങ്ങൾ ദൈവത്തോട് അങ്ങോട്ട് സംസാരിച്ചാൽ വചനത്തിലുള്ള ദൈവം നിങ്ങളോട് ഇങ്ങോട്ട് ഇടപെടും. പ്രിയപ്പെട്ടവരോട് എന്താണ് പങ്കുവയ്ക്കേണ്ടത് എന്ന് ഞാൻ കർത്തൃസന്നിധിയിൽ പ്രാർത്ഥനാ നിരതരായപ്പോൾ ഒന്നിലധികം വചനധ്യാനത്തിൻ്റെ വിഷയങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വന്നെങ്കിൽ തന്നെയും എൻ്റെ ഹൃദയത്തോട് ദൈവാത്മാവ് ആഴത്തിൽ ഇടപെട്ട ഒരു വേദഭാഗം ഇതാണ്. ചിന്ത ഇതാണ്: മാനസാന്തരത്തിന് ദൈവം അനുവദിച്ച കരുണയുടെ കാലങ്ങളെ വിവേചിക്കുക. നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അതൊന്ന് പറയണം. ഞാൻ പറഞ്ഞത് ചെറിയ കൂട്ടായ്മയാണ്. നിങ്ങളുടെ മനസ്സിൽ ഇത് ആഴത്തിൽ പതിഞ്ഞാൽ ഞാൻ ധന്യനായി സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയാണ്. മാനസാന്തരത്തിന്, എല്ലാവരും കൂടെ പറഞ്ഞാൽ, മാനസാന്തരത്തിന് ദൈവം അനുവദിച്ച കരുണയുടെ കാലങ്ങളെ വിവേചിക്കുക. മാനസാന്തരത്തിന് ദൈവം അനുവദിച്ചിരിക്കുന്ന കരുണയുടെ കാലങ്ങളുണ്ട്. എല്ലാവർക്കും എന്നും ഒരുപോലെ മാനസാന്തരത്തിന് ദൈവം സമയം അനുവദിക്കുകയില്ല. നമുക്ക് ദൈവം അനുവദിച്ചിരിക്കുന്ന സമയം സാധാരണ സമയമല്ല, സർവശക്തന്റെ ഗോൾഡൻ ചാൻസ് ആണ്. ഞാൻ ഇന്ന് രാത്രി ഇരിക്കുന്ന പ്രിയപ്പെട്ടു പറയട്ടെ,
കോവിഡ് 2019 പിടിമുറുക്കിയ രംഗം നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്നുണ്ടാകും. നമ്മുടെ സഹോദരങ്ങളിൽ എത്രയോ പേർ കോവിഡിനാൽ ഈ മണ്ണിനോട് മടക്കയാത്ര പറഞ്ഞു. ഹോസ്പിറ്റലിലോട്ട് കയറുന്നതിന് മുൻപ് ചെറിയൊരു ശ്വാസം മുട്ട് ആരംഭിച്ചപ്പോൾ കാര്യമായ പ്രശ്നമൊന്നുമില്ല, അങ്ങോട്ട് കയറി 2 ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോൾ കൊച്ചിന്റെ കല്യാണം, വസ്തു വീതം വെക്കുന്നത്, വീട് പണി ഒക്കെ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ടാണ് അകത്തോട്ട് കയറിപ്പോയത്. പക്ഷെ തിരിച്ചിറങ്ങി വന്നത് പ്ലാസ്റ്റിക് പൊതിഞ്ഞായിരുന്നു. ഈ പറയുന്ന ഞാനും ഈ കേൾക്കുന്ന നിങ്ങളും ഒക്കെ കോവിഡിന്റെ പിടിയിൽ മുറുകിയവരും നമ്മുടെ പ്രിയപ്പെട്ടവരിൽ പലരും ആ സമയത്ത് ലോകത്തോട് വിട പറഞ്ഞവരുമാണ്. ഞാൻ കോവിഡ് വർദ്ധിച്ച് ഓക്സിജൻ ലെവൽ കുറഞ്ഞ് മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ നിന്നും തിരുവല്ല TMMലേക്ക് അതിന്റെ തീവ്രാവസ്ഥയിൽ എന്നെ കൊണ്ടുപോകേണ്ടി വന്നതാണ്. എൻ്റെ അമ്മ കോവിഡ് ബാധിച്ച് എന്നോടൊപ്പമായിരുന്ന സാഹചര്യത്തിൽ ലോകത്തോട് വിട പറഞ്ഞതാണ്. വേദനിപ്പിക്കുന്ന ഒരുപാട് ഓർമ്മകൾ ആ മഹാരോഗം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, എത്രയോ പ്രിയപ്പെട്ടവർ പ്രതീക്ഷിക്കാത്ത സ്ഥിതിയിൽ മരണം അവരെ കടന്നുകൊണ്ടുപോയി. എന്നാൽ ആരോഗ്യത്തോടെ ഇന്ന് രാത്രി നമ്മളെ സ്വർഗം ഇവിടെ ഇരുത്തിയത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവം നമുക്കൊരവസരം തന്നതുകൊണ്ടാണ് എന്ന ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് അടിച്ച്, ആ ബോധപൂർവ്വം കരമൊന്ന് അടിച്ച്, ആയുസിന്റെ ദിവസങ്ങളിൽ എൻ്റെ ദൈവത്തിൻ്റെ ആരോഗ്യം തന്നത് എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് എന്ന ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന രീതിയിൽ ശബ്ദം ഉയർത്തി പറയണം. എൻ്റെ ദൈവം അനുവദിച്ചത് മാനസാന്തരത്തിന് ദൈവം കഴിവുള്ള കാലങ്ങളാണ്. ഒരു വസ്തുത ഓർക്കുക, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഏറ്റവും ഗൗരവമേറിയ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ നിങ്ങളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഇത് നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിയണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 54-ാമത്തെ വാക്യത്തിൽ ഒരു പ്രത്യേക വിഷയം വിശകലനം ചെയ്തുകൊണ്ട് ഈ ഭാഗത്തേക്ക് കടക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 12:54 വായിച്ചാൽ. പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അടുത്ത വാചകം, അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാൽ ശ്രദ്ധിക്കണേ. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിശദീകരണം പറയാം. പലസ്തീൻ നാട്, അക്ര, മോറിയ, ബദേസ, സിയോൻ, ഗിൽബോവ, സയ്യിർ, ഈ മലമടക്കുള്ള പലസ്തീൻ നാടിന്റെ പടിഞ്ഞാറ് ഭാഗം അത് മഹാസമുദ്രമാണ്. മെഡിറ്ററേനിയൻ മഹാസമുദ്രമാണ്. മെഡിറ്ററേനിയൻ മഹാസമുദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു മേഘക്കീർ ഉയരുന്നത് കണ്ടാൽ അവിടുത്തെ കർഷക സമൂഹത്തിന് ഒരു കാര്യം നന്നായി മനസ്സിലാകും. അടുത്ത ചില മണിക്കൂറുകൾക്കുള്ളിൽ ഇടിച്ചു കുത്തി പെയ്യുന്ന മഴ പെയ്യാൻ പോകുകയാണ്. ദിശ എവിടെ നിന്നാണോ മേഘം പൊങ്ങുന്നത് അതനുസരിച്ച് കാലാവസ്ഥ എവിടെ വരെ ചെല്ലും എന്ന് പ്രവചിക്കാൻ അവർക്കറിയാം. പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുമ്പോൾ പെരുമഴ വരുന്നുണ്ട് എന്ന് ആ കർഷക സമൂഹത്തിന് നന്നായിട്ട് അറിയാം. തെക്കൻ കാറ്റ് ഊതുന്നത് കാണുമ്പോൾ വായിച്ചേ, തെക്കൻ കാറ്റ് ഊതുന്നത് കാണുമ്പോൾ വായിച്ചേ, അത്യുഷ്ണം. പലസ്തീൻ നാടിന്റെ തെക്ക് ഭാഗത്ത് സീനായി മരുഭൂമിയാണ്. അവിടെ നിന്ന് കാറ്റ് ഉയർന്നാൽ അതിന്റെ പുറകിൽ ഭയങ്കര ചൂടുണ്ടാകും എന്ന് ആ കർഷക സമൂഹത്തിൽ നന്നായിട്ട് അറിയാം. അപ്പോൾ എവിടെ നിന്ന് മേഘം പൊങ്ങിയാൽ പെരുമഴ വരുമെന്നും എവിടെ നിന്ന് കാറ്റുയർന്നാൽ അത്യുഷ്ടമുണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണത്തിൽ കർഷക സമൂഹത്തിന് നല്ല ബോധ്യമുണ്ട്. പക്ഷേ കാലാവസ്ഥയെ വിലയിരുത്താൻ കഴിവ് കിട്ടിയ ഇവർക്ക് കാലത്തെ വിവേചിക്കാനുള്ള കഴിവില്ലാതെ പോയി. അവിടെ കർത്താവ് പറയുകയാണ്, അടുത്ത വാചകം ചെയ്യുന്നു. കപടഭക്തിക്കാരെ, ഹിപ്പോക്രാറ്റുകളെ, അഭിനേതാക്കളെ, ആത്മീയ അഭിനയക്കാരെ വായിച്ചേ, ഭൂമിയുടെയും ആകാശത്തിന്റെയും പാപത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം. എന്നാൽ നിങ്ങൾ ഓർക്കണം, യേശു ക്രിസ്തു ശാസനയുടെ സ്വരത്തിലൂടെ സംസാരിക്കുകയാണ്. കാലാവസ്ഥയുടെ മാറ്റം കാണുമ്പോൾ നിങ്ങൾക്കറിയാം ചൂടാണോ തണുപ്പാണോ മഴയാണോ വരാൻ തുടങ്ങുന്നതെന്ന്. എന്നാൽ കാലാവസ്ഥയെ വിവേചിക്കാൻ കഴിയുന്ന നിങ്ങൾക്ക് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഈ കാലത്തെ വിവേചിക്കാറില്ല.
അവരുടെ കൺമുൻപിൽ ആരാ നിൽക്കുന്നത്? ആരാ അവരുടെ കൺമുൻപിൽ നിൽക്കുന്നത്? സാധാരണക്കാരനല്ല. ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന് ഏദന്റെ കവാടത്തിൽ മഹാദൈവം പ്രവചിച്ചു 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 പ്രവചിച്ച് പ്രവാചകന്മാരുടെ പ്രവചനത്തിന് പ്രചോദനം നൽകിയ പ്രവാചകാത്മാവും പ്രചോദന ജീവനുമായി പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചന പുരുഷനായി സ്വർഗം ഭൂമിയെ തൊട്ടിറങ്ങി വന്ന ഒരുവൻ അവരുടെ കൺമുൻപിൽ നിൽക്കുമ്പോൾ ഇതാരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ കാലവിവേചനം തകർന്നുപോയി. അതുകൊണ്ട് സംഭവിച്ചതെന്നറിയാമോ? അതുകൊണ്ട് തേജസ്സിന്റെ കർത്താവിനെ അവർ ക്രൂശിക്കേണ്ടി വന്നു. ഇന്ന് രാത്രി ഈ ദൂത് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കണം, ദൈവവചനത്തിന്റെ ശരിയായ ബോധ്യമില്ലായ്ക അവർക്ക് ദൈവപുത്രനെ ക്രൂശിക്കേണ്ട ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. അതുകൊണ്ട് തന്നെ തിരുവെഴുത്ത് പറയുന്നു, അറിയായ്മയിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിച്ചു കളഞ്ഞു. അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. എന്താ അറിവില്ലായ്മയുടെ അടിസ്ഥാനം? വചനത്തോടുള്ള വ്യക്തിപരമായ പഠനം അവസാനിച്ചു. ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പറയാം, 10 ദൈവമക്കളെ സഭയ്ക്കകത്തുള്ളെങ്കിലും പ്രസംഗം എന്നതിനേക്കാൾ വചനം പഠിക്കാൻ നിങ്ങളുടെ ഹൃദയം തുറന്നാൽ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും. പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ കാലത്തെ വിവേചിക്കുന്നവരാകണം. നിങ്ങൾക്കറിയാമോ, ലോക ചരിത്രം സംഭവിച്ചിട്ടുള്ളതിൽ വെച്ചും ഏറ്റവും ഭീകരമായ മഹായുദ്ധത്തിന് മനുഷ്യകുലം വഴിമാറുമെന്ന് ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബൈബിൾ പ്രവചിച്ച ഒരു കറുത്ത കാലത്തിന്റെ കലാശം വരുന്ന കഠിന പീഡനങ്ങളുടെ ഘോഷയാത്ര നമ്മുടെ കൺമുൻപിൽ പെയ്തിറങ്ങുന്ന കാലത്തേക്ക് ചരിത്രം അടുക്കുകയാണ്. സ്തോത്രം. പലസ്തീന്റെ മണ്ണ് പുകയുന്നു. ലോക ചരിത്രത്തിന്റെ പുരോഗതിയുടെ പിള്ളത്തൊട്ടിൽ മധ്യപൂർവ്വ പ്രദേശമാണ്. മനുഷ്യകുലത്തിന്റെ അധോഗതിയുടെ ചുടലക്കളം തോണ്ടേണ്ട സ്ഥലവും മധ്യപൂർവ്വ പ്രദേശമാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സകല ചിലമ്പൊലികളും പാദവിന്യാസങ്ങളും ഉയരുമ്പോൾ ഈ തലമുറയിൽ എൻ്റെ കർത്താവ് മടങ്ങി വരും എന്ന് ബോധ്യമുള്ള ദൈവമക്കളിൽ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം, ഞാൻ ഇന്ന് രാത്രി ഇവിടെ ഇന്ന് കാലത്തെ വിവേചിക്കുകയാണ്. കരങ്ങളും ഉയർത്തിപ്പിടിച്ച് എൻ്റെ തലമുറയിൽ എൻ്റെ കർത്താവ് മടങ്ങി വരുമെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളും ഉയർത്തിപ്പിടിച്ചൊരു സ്തോത്രം ചെയ്തേ. ദൈവത്തിന് മഹത്വം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ ഒന്ന് വിശദീകരിക്കാനല്ല വരുന്നത്. നിങ്ങൾ ഈ കാലത്തെ വിവേചിക്കുക. ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ യെഹെസ്കേൽ പ്രവാചകൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. രോഷ്, മേശക്, തൂബൽ എന്നിവരുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. റോഷ് റഷ്യ, മേശക് മോസ്കോ, തൂബൽ സൈബീരിയ. റഷ്യ, മോസ്കോ, സൈബീരിയ. റഷ്യൻ ശക്തി, റഷ്യയുടെ മോസ്കോയുടെയും സൈബീരിയയുടെയും സംഘടിത സംവിധാനം. റോഷ്, മേശക്, തൂബൽ എന്നിവരുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയങ്ങളിൽ ചൂണ്ടൽ കൊളുത്തി എന്ന് പറഞ്ഞാൽ ആഗ്രഹമില്ലെങ്കിലും സർവശക്തന്റെ യുദ്ധത്തിന്റെ ഗോതാവിലേക്ക് ചൂണ്ടൽ കൊളുത്തി ഒരു മീനെ വലിച്ചിരച്ചു കൊണ്ടുവരുന്നത് പോലെ പലസ്തീൻ നാടിന്റെ പ്രശ്നത്തിലേക്ക് ഞാൻ നിന്നെ വലിച്ചു കൊണ്ടുവരും. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന അടുത്ത വാദ്യമുണ്ട്. പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമേരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോഗർമാ ഗ്രഹവും. പാർസികൾ, പേർഷ്യ, ഇറാൻ എന്ന് പറഞ്ഞാൽ ഇറാന്റെ മുൻപിൽ ഉള്ള സ്വാധീനത്തോടുകൂടെ, റഷ്യൻ ശക്തികളുടെ പിന്തുണയോടുകൂടെ അറബി ശക്തികൾ സംഘടിതമായി അതിഘോരമായ ഒരു യുദ്ധം പലസ്തീന്റെ മണ്ണിൽ നടക്കും. ആ യുദ്ധത്തിൽ എതിർക്കുന്നതാര്? ശബയും ദദാനും തർസീസ് വർത്തകന്മാരും അതിലെ ബാലസിംഹങ്ങളും. ബ്രിട്ടൻ എന്ന ഈ രാജ്യം ഉൾപ്പെടെയുള്ള അമേരിക്കയും കാനഡയും ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് ശക്തികൾ അതിനെതിരെ യുദ്ധത്തിന് രംഗത്ത് വരും. ആ യുദ്ധം ഒരു ന്യൂക്ലിയർ ദുരന്തമായിരിക്കും. ഇതിനൊക്കെ അന്തരീക്ഷം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഭ കണ്ണടച്ചിരുന്ന് ഉറങ്ങേണ്ടവരല്ല. ഈ തലമുറയിൽ എൻ്റെ കർത്താവ് മടങ്ങി വരും എന്ന് ബോധ്യമുള്ള ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന
ഇരിപ്പിൽ എനിക്ക് കർത്താവേ വലതിനായി ഒരുങ്ങാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ വലതിനായി ദൈവസ്ഥലത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും ശബ്ദം ഉയർത്തി എന്ന് പ്രാർത്ഥിക്കുന്നുള്ളേക്ക് എല്ലാ നാവിൽ നിന്ന് ഇന്ന് രാത്രി ഒരു വചന പ്രഭാഷണമായി മാത്രം കരുതാതെ കർത്താവേ ഇന്ന് രാത്രി എന്റെ ദൗത്യം ചെയ്തെടുക്കാനുള്ള കൃപ എന്റെ ആയുസ് അവസാനിക്കുന്നതിന് മുൻപ് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഒരു മിനിറ്റ് ഒന്ന് കരം ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ദൈവസ്ഥലത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. പ്രകൃതിയുടെ താളം തകരുകയാണ്, മാരക രോഗങ്ങൾ കൂട്ടമായി വർദ്ധിക്കുകയാണ്, ഭീകരതകളിലേക്ക് ലോകം നീങ്ങുകയാണ്. ഈ തലമുറയിൽ എന്റെ കർത്താവ് മടങ്ങി വരത്തക്ക വിധ സംഭവങ്ങൾ അടുക്കുന്നു. ഇനിയും അധിക നാളുകൾ ഇങ്ങനെ തുടരേണ്ടി വരികയില്ല. ലോകം ഒരു വലിയ മാറ്റത്തിനും മാന്യാകാൻ തുടങ്ങുന്നു. എന്റെ മുന്നിലിരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറഞ്ഞാട്ടെ, എന്റെ കർത്താവ് ഈ മേഘങ്ങളിൽ മടങ്ങി വരുന്നത് എന്റെ പച്ചക്കണ്ണുകൊണ്ട് ഞാൻ കാണത്തക്ക വിധത്തിൽ സംഭവങ്ങൾ അതിന്റെ അവസാന പേജുകളിലേക്ക് അടുക്കുകയാണ്. കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേം പുരേ. കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ. എല്ലാവരും കുറച്ച് കാൺമതിനധികാലമായി കണ്ടുപിടിച്ചൊരു നാഥനെ, കാൺമതിനധികാലമായി കണ്ടുപിടിച്ചൊരു നാഥനെ, അതിശയവിധം അഗതിയെ ഭൂമിയിൽ വീണ്ടെടുത്തൊരു ദേവനെ, അതിശയവിധം അഗതിയെ ഭൂമിയിൽ വീണ്ടെടുത്തൊരു ദേവനെ. ആയിരം കരമടിച്ച് വേണം, ഒന്ന് കരമടിച്ച് ശബ്ദമുയർത്തി. ഓ ആയിരം പതിനായിരങ്ങളിൽ അഴകുതിന്നുവൻ പ്രിയനെ. കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേ പുരേ. കാണും ഗ്ലോറി. ഓ ഇവയിൽ ധ്യാനം മാത്രമേ കരളിനരുളും ആനന്ദം, ഇവയിൽ ധ്യാനം മാത്രമേ കരളിനരുളും ആനന്ദം. ഇവയെ പറ്റി ഞാൻ ഇരവും പകലും പാടും ഗീതം സാനന്ദം. ഇഹത്തെ വിട്ടു ഞാൻ പിരിഞ്ഞ ശേഷം ഇതുതന്നെ എനിക്കാരംഭം. ഇഹത്തെ വിട്ടു ഞാൻ പിരിഞ്ഞ ശേഷം ഇതുതന്നെ എനിക്കാരംഭം. കാണും അങ്ങനെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ വസ്തുതകളെ പറഞ്ഞിട്ട് ശ്രദ്ധിക്കാൻ, ഈ വസ്തുതകളെ പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചൂടോടെ രണ്ട് വാർത്ത യേശുവിന്റെ അടുക്കലെത്തി. ഒന്നാമത്തെ വാർത്ത, ദൈവത്തിന് സ്തോത്രം, യെരൂശലേമിൽ ദേവാലയത്തിന്റെ യാഗപീഠത്തിന്റെ മുൻപിൽ ഒരു കൂട്ടക്കൊല നടന്നിരിക്കുന്നു. ശ്രദ്ധിക്കാം, ആ കൂട്ടക്കൊല ഗലീലക്കാർ പൊതുവെ വിപ്ലവകാരികളാണ്. ഗലീലക്കാർ ഒരു വിപ്ലവത്തിന് നേതൃത്വം നൽകിയിട്ട് കുറെ ആളുകൾ രക്ഷപ്പെട്ടു. പീലാത്തോസ് അവരെ അടിച്ചവർ. എന്നാൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയവർ യെരൂശലേം ദൈവാലയത്തിൽ യാഗത്തിന് വന്നിട്ടുണ്ട് എന്ന വാർത്ത പീലാത്തോസിന്റെ കാതിലെത്തി. പെട്ടെന്ന് അദ്ദേഹം പട്ടാളത്തെ നിയോഗിച്ചു. കയ്യിൽ കണ്ട വിപ്ലവകാരികളെ മുഴുവൻ വെട്ടി നോക്കി യെരൂശലേം ദൈവാലയത്തിന്റെ യാഗപീഠത്തിൽ കയറ്റിയിട്ട് കത്തിച്ചു. അങ്ങനെ കൂട്ടമരണം, കൂട്ട ദുരന്തം യെരൂശലേം ദൈവാലയത്തിൽ നടന്ന വാർത്ത യേശുവിന്റെ ചെവിയിലെത്തി. അപ്പോൾ യേശു ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട ആളുകൾ മഹാപാപികളും രക്ഷപ്പെട്ട നിങ്ങൾ പുണ്യവാളന്മാരുമാണെന്ന്? രക്ഷപ്പെട്ടവരെല്ലാം പരിശുദ്ധന്മാരും കൊല്ലപ്പെട്ടവരെല്ലാം കൊടിയ പാപികളും ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, കോവിഡിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് മരണം നടന്നു. മരിച്ചവരെല്ലാം മഹാപാപികളും രക്ഷപ്പെട്ട് ജീവിക്കുന്ന നമ്മളെല്ലാം ഏതോ അസാധാരണ വിശുദ്ധരുമാണ് എന്ന് ധരിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അടുത്ത വാർത്ത പെട്ടെന്ന് കർത്താവിന്റെ ചെവിയിലെത്തി. ചരിത്ര പ്രസിദ്ധമാണ് ശിലോഹാം കുളം. ദൂതനിറങ്ങി കലക്കുന്നതോടുകൂടെ രോഗശാന്തിക്ക് വേണ്ടി ആദ്യം ഇറങ്ങുന്നവർ സൗഖ്യം പ്രാപിക്കുന്ന ശിലോഹാം കുളം. ഈ ശിലോഹാം കുളത്തിൽ നിന്ന് ഒരു ജലപാത
നേരെ യെരൂശലേമിലേക്ക് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന പീലാത്തോസിന്റെ പരിഷ്കാരത്തിന്റെ സമയം. അതിൻ്റെ കവാടത്തെങ്കിൽ ഒരു രാജകീയ ഉദ്യാനം തീർക്കുകയാണ്. അവിടെ ഒരു ആർച്ചുപണി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ആർച്ചുപണി കണ്ടുകൊണ്ട് 18ഓളം നിരപരാധികൾ ഇതിൻ്റെ ചുവട്ടിൽ കാത്തു നിൽക്കുകയാണ്. പെട്ടെന്ന് ഈ ആർച്ച് ഇടിഞ്ഞു വീണിട്ട് 18 പേർ കൂട്ടമായി മരിച്ചു. അപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, ഈ കൊല്ലപ്പെട്ട 18 പേർ നിങ്ങളെക്കാൾ പാപികളായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, ഒരു ദുരന്തത്തിൽ ലോകത്തോട് വിട പറഞ്ഞവർ മഹാപാപികളും രക്ഷപ്പെട്ടു വന്നവർ നമ്മൾ അസാധാരണ പുണ്യവാളന്മാരുമാണ് എന്ന് ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അവർക്ക് മാനസാന്തരപ്പെടാൻ ദൈവം അവസരം കൊടുത്തില്ല. നിങ്ങൾക്ക് മാനസാന്തരപ്പെടാൻ ദൈവം ഒരവസരം കൂടെ തന്നിരിക്കുന്നു. ഇന്ന് രാത്രി കർത്താവിൻദാസൻ ജോബി പാസ്റ്റർ നേതൃത്വത്തിൽ നിർബന്ധപൂർവ്വം ഒരു യോഗം ഇടയ്ക്ക് കയറ്റി വെച്ചത് മറ്റുള്ളവരുടെ മുൻപിൽ ശ്രദ്ധ ആകർഷിക്കുന്നില്ലെങ്കിലും എൻ്റെ വ്യക്തിപരമായ അനുതാപത്തിന് എൻ്റെ ദൈവം എനിക്കൊരുക്കിയ ഗോൾഡൻ ചാൻസ് ആണ് ഇത് എന്ന് കാണാൻ കണ്ണ് തുറന്നിട്ടുള്ള ഒരു ദൈവം ഇതിനകത്തുണ്ടെങ്കിൽ നീ ധന്യനാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി പറയണം, എൻ്റെ ദൈവം എനിക്കിന്ന് രാത്രി തന്നത് അനുതപിക്കാനുള്ള കരുണയുടെ രാത്രിയാണ്. ആ വലതുകരം ഉയർത്തി പിടിച്ച് വചനത്തിന്റെ മുൻപിൽ പ്രാർത്ഥിക്കുക എന്ന ഒരു നിയോഗം പരിശുദ്ധാത്മാവ് ചില പ്രത്യേക സമയത്ത് നൽകും. ഇന്ന് രാത്രി യോഗത്തിനകത്തെ കരങ്ങളൊന്ന് ഉയർത്തി പിടിച്ചിട്ട് ഇരിക്കുന്ന ഇരുപ്പിൽ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്താണ് അടുത്ത ദിവസങ്ങൾ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല, എന്നാൽ അനുദപിക്കാൻ കഴിയുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന് ബോധപൂർവ്വം നിങ്ങളെ വലതുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ശബ്ദം ഉയരട്ടെ. ഇരിക്കുന്ന ഓരോ ദൈവമക്കളും ആത്മാവിൽ പ്രാർത്ഥിക്കണം, കർത്താവേ, എനിക്ക് ഇന്ന് രാത്രി അവിടുന്ന് അനുദപിക്കാനൊരു സമയം തന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത് ബോധപൂർവ്വം ഉപയോഗിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ദൈവത്തോട് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി വസ്തുത പറയട്ടെ. നമ്മൾ ആരും നൂറ്റാണ്ടുകൾ നിൽക്കുന്ന കരിവേലകങ്ങളല്ല. നമ്മളൊക്കെ ഇവിടെ നിന്ന് നിമിഷ നേരം കൊണ്ട് യാത്ര പറയേണ്ടവരാണ്. നമ്മുടെ ഹാർട്ട് നമുക്കറിയാം, ഒരു മിനിറ്റിൽ എത്ര തവണ ഇടിക്കും? കുറഞ്ഞത് 72 തവണ. ഒരു ഇടിപ്പിൽ 2.5 ഔൺസ് രക്തധമനികളിലേക്ക് തള്ളിക്കയറും എന്നാണ് കണക്ക്. 25,000 കോടി നാഡീകോശങ്ങളും 15,000 ഇന്നർ ക്രോസ് കണക്ഷനുമുള്ള തലച്ചോറെന്ന ചെറുരോഗം മുതൽ കാൽപാദം വരെ നിരന്തരം പമ്പിങ് നടത്തുന്ന ഈ പമ്പ് ഒരു മനുഷ്യായുസിൽ 70 വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ എത്ര വട്ടം ഇടിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുമോ? സ്തോത്രം. ഒരു മിനിറ്റിൽ 72 തവണ ഇടിക്കുമെങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര തവണ ഇടിക്കും? ഒരു ദിവസം എത്ര തവണ ഇടിക്കും? 70 വയസ്സ് പൂർണ്ണമായി കഴിഞ്ഞാൽ 250 കോടി തവണ ഇടിച്ചിരിക്കും എന്നാണ് കണക്ക്. ഈ ഭൂമിയെ 2 ആവർത്തിയിലധികം ചുറ്റുവാൻ ദൈർഘ്യമുള്ള നേർവുകളിലൂടെ നിരന്തരം പമ്പിങ് നടത്തുന്ന ഈ പമ്പ് പണി മുടക്കാതെ കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഗാഠമായി ഉറങ്ങിയപ്പോഴും എൻ്റെ ഇടനെഞ്ചിൽ പണതുകൊണ്ടിരുന്നത് എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന ഒരു ദൈവമൈതൽ ഈ രാത്രി ഇവിടുന്ന് സ്തോത്രം പറഞ്ഞിട്ട് വിളിച്ചു പറയണം, എനിക്കിന്ന് രാത്രി സ്വർഗം തന്നത് അനുദപിക്കാൻ ഉള്ളൊരു സമയമാണ്. എന്നെ കഴുകണമേ കർത്താവേ എന്ന് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നാവുകൾ ചലിക്കണം. ഇടത്തും വലത്തുമിരിക്കുന്ന ആളുകൾ പ്രതികരിക്കുന്ന ശബ്ദം അനുസരിച്ചോ കീബോർഡിന്റെ താളത്തിലോ പ്രതികരിക്കാനല്ല സ്വർഗം ഇന്ന് രാത്രി നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. മുൾപ്പടപ്പിന്റെ മുകളിൽ സ്വർഗത്തിന്റെ തീ ജ്വലിച്ച് കത്തിയതുപോലെ ഇരിക്കുന്ന കസേരയിൽ നിന്ന് ജാഗരിക്കുന്നതിന്റെ സ്ഥിരകണമേ എന്റെ ദൈവത്തിന്റെ തേജസ്സിന്റെ കരം ജ്വലിച്ചു കത്തുന്ന രാത്രിയാണ്. ഈ രാത്രി 9:30 മീറ്റിംഗ് ആശീർവാദം പറയുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവ് അസാധാരണമായി നമ്മെ പണിയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവത്തോട് പറയണം, കർത്താവേ, എനിക്ക് അനുതാപത്തിന്റെ രാത്രിയായി ഈ രാത്രി തീർക്കണേ, അനുതാപത്തിന്റെ രാത്രിയായി രാത്രി തീർക്കണേ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ചില നാളുകൾക്ക് പുറകിൽ അത്തിക്കയം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാനൊരു ശവസംസ്കാര ശുശ്രൂഷയിൽ വചനം പ്രസംഗിക്കുക. മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചും പുനരുത്ഥാന സത്യമാണെന്നും ശരീരരഹിതമായ ആത്മാക്കൾക്ക് നിലനിൽപ്പുണ്ടെന്നും സ്ഥാപിക്കുന്ന കുറച്ച് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം നടക്കുന്നത്. പ്രസംഗം എൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലാണ്. ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ഒരാളിൻ്റെ ആ ബോഡിയുടെ മുമ്പിൽ നിന്നാണ് സംസാരിക്കുന്നത്.
സംസാരം തിരുവനന്തപുരത്തുള്ള ഞങ്ങളുടെ മറ്റൊരു ബന്ധു ഇത് ശ്രദ്ധിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ എനിക്കൊരു മെസ്സേജ് കിട്ടും. മെസ്സേജ് ഇതാണ്: പാസ്റ്റർ രാജു, അഭിമാനമാണ്. ഇപ്പോഴാണ് മരണാനന്തര ജീവിതത്തിന്റെ പ്രാധാന്യവും ശരീരരഹിതമായി ആളുകൾക്ക് നിലനിൽപ്പുണ്ട് എന്ന് ചിന്തിച്ചത്, കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കിയത്. താങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് കിട്ടും. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് താങ്ക്സ് എന്ന് മറുപടി കൊടുത്ത് കാറയ്ക്ക്. അടുത്ത ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ അറിയുന്നത് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞുവെന്നാണ്. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പ്രസംഗം കേട്ടിട്ട് ചിന്തിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് എന്നെ പുകഴ്ത്തി മെസ്സേജ് ഇട്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടയാൾ ചില മിനിറ്റുകൾക്കുള്ളിൽ ലോകത്തോട് വിട പറഞ്ഞു. ഭാര്യയുമായി ഒരുമിച്ച് ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു നെഞ്ചിനകത്ത് അസ്വസ്ഥതയുണ്ടായി. ആ അസ്വസ്ഥതയിൽ താൻ പെട്ടെന്ന് ഒരു പറ്റം കാർഡിയാക് ഡോക്ടേഴ്സിന്റെ നടുവിലേക്ക് ആനയിക്കപ്പെട്ടു. അവരോട് വ്യക്തമായി തനിക്കുണ്ടായ അവസ്ഥ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്യാധുനിക ഉപകരണങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഹോസ്പിറ്റലിൽ അതിന് നടുക്ക് വെച്ച് അടുത്തേറ്റാൻ നേരെ മോർച്ചറിയിലേക്ക്, തുടർന്ന് സെമിറ്ററിയിലേക്കുള്ള യാത്രയിൽ ഞാനും അനുഭവിച്ചു. ഞാൻ എന്തിനായി പറഞ്ഞത്? ഞാൻ എല്ലാ ദിവസവും രാവിലെ ഒരു സൈക്ലിംഗ് ഉണ്ട്. എൻ്റെ വീട്ടിൽ ശാന്തമായിട്ടുള്ളപ്പോൾ രാവിലെ സൈക്ലിംഗ് ഉണ്ട്. തലേ ദിവസം ആരോഗ്യതൃഢഗാത്രനായി കണ്ട എൻ്റെ സ്നേഹിതൻ ഒരു സണ്ണി ബ്രദർ, ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ ആത്മീയ പ്രവർത്തനങ്ങളിലൊക്കെ സജീവ പങ്കാളിയായ ഒരാൾ, കണ്ടാൽ യാതൊരു പ്രശ്നങ്ങളുമില്ലാത്ത ആൾ, യാതൊരുവിധ ബലഹീനതകളും ഇല്ലാത്തയാൾ തലേ ദിവസവും കണ്ടതാണ്. സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ ആരോ ഒരാൾ വന്ന് പറഞ്ഞു, പാസ്റ്റർ രാജു, സണ്ണി ബ്രദർ മരിച്ചു. ഞാൻ ചോദിച്ചേ, സണ്ണി ബ്രദർ മരിച്ചെന്നോ? പെട്ടെന്ന് തന്നെ ഞാൻ തിരികെ ചെന്നിട്ട് കാർ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ പച്ച തുണി മൂടിയിട്ടിരിക്കുന്നു. രാവിലെ സമയം എഴുന്നേറ്റ് ഭാര്യയോടൊപ്പം ഇരുന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ചതിന് ശേഷം ചെറിയൊരു ടാപ്പിംഗ് കാര്യങ്ങൾക്ക് പുറത്തേക്ക് പോകുന്നതിന് സിറ്റ് ഔട്ടിൽ ഇരുന്ന് ഭാര്യ ചായ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും സിറ്റ് ഔട്ടിലെ സോഫയിൽ ഒരു കാൽ സോഫയിലേക്കും ഒരു പിൻഭാഗം അഥവാ തലഭാഗം സോഫയുടെ ഹെഡ്റസ്റ്റിലേക്കും വെച്ചുകൊണ്ട് ചരിഞ്ഞ് ഒന്ന് വിശ്രമിക്കാനിരുന്നതാണ്. ഭാര്യ ചായ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് കുലുക്കി വിളിച്ചപ്പോൾ തണുത്തു മരവിച്ച് വിയർത്തതുപോലെ ഇരിക്കുകയാണ്. കടന്നുപോയി കഴിഞ്ഞു. ഞാൻ ദൂത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചറിയണം, നമ്മുടെ മനസ്സിൽ ഒരു സങ്കല്പമുണ്ട്. 70-80 പ്രതീക്ഷിക്കാത്ത സമയത്ത് ക്ഷണിക്കാത്ത അതിഥിയെ പോലെ ഒരു ഡ്രൈവിങ്ങിനിടയിൽ കണ്ണൊന്ന് അടഞ്ഞു കഴിഞ്ഞാൽ മതി നമ്മുടെ പദ്ധതിക്ക് അവസാനം വരാൻ. എന്നാൽ ഇതിനു മുൻപിൽ കിട്ടുന്ന ഓരോ വചനധ്യാനവും എന്നോട് ദൈവം അനുവദിക്കുന്ന കരുണയുടെ മണിക്കൂറുകളാണ് എന്ന് കാണാൻ കണ്ണ് തുറന്നാൽ അത് ഭാഗ്യമാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവേ, ഈ ചെറിയ കൂടിവരവ് എന്നോടുള്ള അങ്ങയുടെ കരുണയുടെ ശബ്ദമാണ്. ഇത് വിശദീകരിക്കുന്നതിനിടയിൽ ചരിത്ര പ്രസിദ്ധവും ഏറെ ഹൃദ്യവുമായ ഉപമ കർത്താവ് പറയുകയാണ്. ആ ഉപമയാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയമായി ചിന്തിക്കുന്നത്. ഒരു കൊച്ചുപമ, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒരു ഉപമ. ഒരു മനുഷ്യന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, അത്തിവൃക്ഷത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇത് സാധാരണ അത്തിവൃക്ഷമല്ല, ഇത് ഒഴുകിക്കയറി വന്ന അത്തിയല്ല, ഇത് പാട്ടത്തിനെടുത്ത അത്തിയല്ല, ഇത് ഒറ്റയ്ക്ക് പിടിച്ച അത്തിയല്ല, ഇത് വാടകയ്ക്കെടുത്ത അത്തിയല്ല. ഈ ഉടമസ്ഥൻ എവിടെ നിന്നും കൊണ്ടുവന്ന് തടമെടുത്ത് ഏറ്റവും മാന്യമായി നട്ട അത്തിയാണ്. ഈ അത്തി വളം കൊടുത്ത് വെള്ളമൊഴിച്ച് വേലി കെട്ടി അവൻ സുരക്ഷിതമായി പരിപാലിച്ച് ഇതിന്റെ ഫലം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. 1-ാം വർഷം, 2-ാം വർഷം, 3-ാം വർഷം അത്തിയിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ലതായി. അവൻ തോട്ടക്കാരനോട്, കഴിഞ്ഞ 3 സംവത്സരമായി ഞാൻ ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല, വെട്ടിക്കളക, ഇതെന്തിന് നിലത്തെ നിഷ്ഫലമാക്കണം എന്ന് പറഞ്ഞു. തോട്ടക്കാരൻ അവനോട്, കർത്താവേ,
ഞാൻ ഇതിന് കിളച്ചു വളമിടുവോളം ഒരാണ്ട് കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഈ ദൂതിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ആഴത്തിലൊന്ന് പതിയണം. പരിശുദ്ധാത്മാവ് ഇതിനകത്തൂടെ നിങ്ങളോട് ആഴത്തിൽ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഹോളിൽ കടന്നു വന്ന് സംസാരിക്കുവാൻ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ ദൂത് സംസാരിക്കാൻ അല്ല നിയോഗമുണ്ടായത്. മറ്റൊരു വേദഭാഗം കർത്താവിന്റെ മടങ്ങി വരവിനോട് ബന്ധപ്പെട്ട് ചിന്തിക്കുവാൻ ഞാൻ മനസ്സുകൊണ്ട് സജ്ജമായതാണ്. എന്നാൽ ഈ പുൾപിറ്റിലിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിലേക്ക് നിയോഗം തന്നു. അനുതാപത്തിന് ദൈവം അനുവദിച്ച കരുണയുടെ കാലങ്ങളെ വിവേചിക്കുവാൻ ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു സാധാരണ രാത്രിയല്ല, ഇത് ദൈവത്തിന്റെ പ്രവചന നിയോഗങ്ങൾ ഈ ആലയത്തിൽ മുഴങ്ങുന്ന രാത്രിയാണ്. എനിക്കിന്ന് രാത്രിയിൽ വെട്ടേറ്റ് വീഴാൻ ഇടയാകരുത്, എനിക്ക് കരുണയുടെ കാലത്ത് ഫലം കായ്ക്കാൻ ഇടയാകണമേ എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ രണ്ട് കൈകളും മലർത്തി പിടിച്ചുകൊണ്ട് ഒരു നിമിഷം ആ രണ്ട് കൈകളും, അത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പ്രസംഗ പരിപാടിയായിട്ട് എടുക്കാതെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന ദൈവശബ്ദമായി ചില കോടാലികൾ, ചില വ്യക്തിത്വങ്ങൾക്ക് നേരെ അപ്രതീക്ഷിതമായി ഉയരാൻ തുടങ്ങുന്ന കാഴ്ച കണ്ടുകൊണ്ട് എൻ്റെ മേൽ കോടാലി വീഴുന്നതിന് മുൻപ്, എൻ്റെ മേൽ കോടാലി പതിക്കുന്നതിന് മുൻപ് എനിക്കിന്ന് രാത്രിയിൽ ഫലം കായ്ക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ രണ്ട് കരങ്ങളും മലർത്തി പിടിച്ചുകൊണ്ട് ഒരു നിമിഷം ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവിനകത്തിരിക്കുന്ന വ്യക്തികളുടെ മേൽ പ്രവചന നിയോഗങ്ങൾ പകരുന്ന രാത്രിയാണ്. ആത്മീയ ദർശനത്തിന്റെ കാഴ്ചകളെ മറച്ചുകൊണ്ട് ഇരുട്ടിലേക്ക് വ്യക്തികളെ കൊണ്ടുപോകത്തക്ക വിധത്തിൽ മനസ്സിനകത്ത് കുരുടാക്കി വാദിക്കുന്ന ഇരുളിന്റെ അധികാരങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ സ്വർഗം അടിച്ചു മാറ്റിയിട്ട് അസാധാരണ ദർശനത്തിന്റെ നിയോഗങ്ങൾ ചില പ്രിയപ്പെട്ടവരുടെ കാതിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി പകരുകയാണ്. ചില വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ വിധിയുടെ കോടാലി പതിക്കുന്നതിന് മുൻപ് പ്രതീക്ഷിക്കാത്ത ചില വിഷയങ്ങൾ ജീവിതത്തിനെതിരെ കോടാലി പോലെ ഉയരുന്നതിന് മുൻപ് എൻ്റെ ദൈവം അനുതാപത്തിന്റെ കണ്ണുനീർക്കണങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് രാത്രി ഇടത്തും വലത്തും ഇരിക്കുന്നവരെ മറന്നിട്ട് ആ മലർന്ന കരങ്ങളോടുകൂടെ എൻ്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ കോടാലി വീഴരുതേ, അതിന് മുൻപ് എനിക്ക് ഫലം കായ്ക്കണം എന്ന് കൊതിക്കുന്ന എല്ലാ ദൈവമക്കളും ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ചില വ്യക്തികളെ പിടിച്ചൊതുക്കി വെച്ചിരിക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ ആത്മകണ്ണുകൾ തുറന്ന് കാണാൻ അനുവദിക്കാതെ ഈ ലോകത്തിന്റെ ഒഴുകിയിട്ട് വ്യക്തികളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവതേജസ്സിനെ പിന്തിരിഞ്ഞ് കാണത്തക്ക വിധത്തിൽ വാദിക്കുന്ന ചില കെട്ടുകളെ ഈ പ്രാർത്ഥനയ്ക്ക് നടുവിൽ കർത്താവ് അഴിച്ചു മാറ്റാൻ തുടങ്ങുകയാണ്. പ്രാർത്ഥനാ സംഘത്തിൽ കടന്നു വന്നിരിക്കുന്നവർ ചുരുക്കമാണെങ്കിലും ഇന്ന് രാത്രി കസേരകളിൽ നിന്ന് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവരുടെ മേൽ ദൈവ തേജസ്സിന്റെ മേഘം ഇതാ നിഴൽ പോലെ ഇറങ്ങി വരികയാണ്. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ്, സീനായിൽ മൂടിയിറങ്ങിയ ദൈവത്തിന്റെ തേജസ്, ദമസ്കോസിന്റെ പടിവാതിക്കൽ ഇറങ്ങി വന്നവന്റെ കരം ഇന്ന് രാത്രിത്തെ യോഗത്തിനകത്ത് ബലത്തോടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ചില ശരീരങ്ങളുടെ കോശങ്ങളെ ഉന്നം വെച്ച്, ചില കുടുംബങ്ങളുടെ സ്വസ്ഥതകളെ ബന്ധിച്ച്, ചില ദാമ്പത്യ ജീവിതത്തിന്റെ ആന്തരികതകളെ തകർത്ത്, ചില ഭാവി വഴികളെ ഉടച്ചു കളഞ്ഞ് പ്രതീക്ഷിക്കാത്ത കോടാലി വൃക്ഷത്തിന്റെ ചുവട്ടിൽ വീണു പോകത്തക്ക വിധത്തിൽ വാദിക്കുന്നതിലെ അവകാശവാദങ്ങളെ തകർത്ത് ഇതുവരെ കാണാത്ത ദൈവകൃപയുടെ ഒഴുക്ക് ചില വ്യക്തികളുടെ ശരീരത്തിന്മേൽ പകർന്ന് എൻ്റെ ദൈവം ഈ പ്രാർത്ഥനയ്ക്കകത്ത് ചില വ്യക്തികളെ പണമെഴുതിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിനക്ക് പറക്കാൻ ചിറകുകൾ ഉണ്ടെങ്കിലും പറക്കാൻ നിന്നെ അനുവദിക്കാതെ നിന്റെ ചിറകുകളെ കരിച്ച് ബന്ധിച്ചിരിക്കുന്ന ശക്തികളെ ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വചനത്തിന്റെ വ്യാപാര ശക്തിക്ക് മുൻപിൽ ദൈവം അടിച്ചു മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. ന്യായവിധിയുടെ കോടാലി, മരണത്തിന്റെ കോടാലി, പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ദൗത്യം അവസാനിപ്പിക്കുന്ന കോടാലി പൂർത്തീകരണത്തിൽ എത്തിക്കുന്നതിന് മുൻപ്, ഓട്ടം തികയ്ക്കുന്നതിന് മുൻപ്, ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നതിന് മുൻപ്, പ്രതിഫല സ്റ്റാൻഡിൽ എത്തിച്ചേരുന്നതിന് മുൻപ് ചില വ്യക്തികളുടെ മേൽ അപ്രതീക്ഷിതമായി വീഴേണ്ടതിന് വാദിച്ചു നിൽക്കുന്ന കോടാലി ഇന്ന് രാത്രി ദൈവശക്തിയുടെ വ്യാപാരത്താൽ അഴിഞ്ഞിട്ട് ചില വ്യക്തികളുടെ ഫലം കായ്ക്കാൻ ഒരുങ്ങത്തക്ക വിധത്തിൽ ദൈവാത്മാവ് ഇടപെടുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, അനുതാപത്തിന് ദൈവം തരുന്ന ഗോൾഡൻ ചാൻസാണിത്. ഇത്
നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് സാധാരണ അത്തിയല്ല. ഇത് കാക്കച്ചുണ്ടിൽ നിന്നും വീണ് വഴിവക്കിൽ വന്യമായി വളർന്ന അത്തിയല്ല. പ്രളയകാലത്ത് പൊങ്ങിയ വെള്ളത്തിൽ പൊങ്ങി വന്ന് വഴിവക്കിൽ വേരുറച്ച റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ അത്തിയല്ല. ഈ അത്തി ഒരു ഉടമസ്ഥൻ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന് തന്റെ മുന്തിരിത്തോട്ടത്തിന് നടുക്ക് തടമെടുത്ത് നട്ട അത്തിയാണ്. ദൈവാത്മാവ് എനിക്ക് തരുന്ന നിയോഗം ഇതാണ്. നിന്നെ സാധാരണക്കാരനായിട്ടല്ല സ്വർഗം കണ്ടത്. അസാധാരണ നിയോഗമാണ് ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ രാത്രി പ്രവചന ശബ്ദം പോലെ വ്യക്തികളോട് ഇടപെടുന്നു. നീ നിൽക്കുന്നത് സാധാരണ സ്ഥലത്തല്ല, നീ നിൽക്കുന്നത് മുന്തിരിത്തോട്ടത്തിന്റെ നടുക്കാണ്. ദൈവം നിനക്ക് തന്ന പദവി മാത്രം ഓർത്താൽ മതി. ഇന്ന് രാത്രി കൈകെട്ടി വാകൂട്ടിയിരിക്കാൻ പറ്റില്ല. അറിയാതെ ദൈവത്തിന് ആരാധന അർപ്പിക്കും. മറ്റുള്ളവർക്ക് സ്തോത്രം പറയാനില്ലെങ്കിലും എന്റെ ദൈവം നിന്നെ വിടുവിച്ച് ഈ നാട്ടിലെത്തിച്ചത് ഇരകതിക്ക് പരകതിയില്ലാതെ ഉടുതുമയ്ക്ക് മറുതുമയില്ലാതെ നിന്റെ കൂടപ്പറപ്പുകൾ പലരും വേദനിക്കുമ്പോൾ ദൈവം നിനക്ക് ഈ നാടിന്റെ നന്മ അനുഭവിക്കത്തക്ക വിധത്തിൽ അനുകൂല സാഹചര്യത്തിന്റെ സാധ്യതകൾക്ക് നടുവിൽ എന്റെ ദൈവം ഒരുക്കിയ തട ഓർത്ത് ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യണം. ശബ്ദം ഉയർത്തി ആത്മാവിൽ പറയണം, ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ തടമെടുത്ത് നടപ്പെട്ടവനാണ്. നിങ്ങൾക്കറിയാമോ, നമ്മൾ ജനിച്ചു വളർന്ന കൊച്ചു കേരളത്തിന്റെ സ്ഥിതിവിവര കണക്കിൽ ജോയ് ബാസേ 10 ലക്ഷം ആളുകൾക്ക് സന്ധ്യയ്ക്ക് എന്റെ വീട് എന്ന് പറഞ്ഞ് കയറി ചെല്ലാൻ ഒരു കൂരയില്ല. 10 ലക്ഷം പേർക്ക്. ഞാൻ ഒരിക്കൽ റാന്നിയിൽ ഒരു യോഗം കഴിഞ്ഞ് ഒരു മെഡിക്കൽ സ്റ്റോറിന്റെ തിണ്ണയിൽ ചില ടാബ്ലറ്റ് വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ ആ തിണ്ണയിലേക്ക് ഒരു കുടുംബം ആദ്യം 3-4 ചാക്ക് വിരിച്ചതിന് ശേഷം പെരുമഴ കുത്തിപ്പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പനും അമ്മയും കൊച്ചു കുഞ്ഞുങ്ങളും കൂടെ മാറിൽ അടുക്കിയതുപോലെ കയറിയിട്ട് വലിയ ചാക്ക് കൊണ്ട് മൂടിക്കിടക്കുമ്പോൾ ഞാൻ ആ കടക്കാരനോട് ചോദിച്ചു, ഇത് ഇന്ന് വന്ന നാടോടികളാണോ അതോ സ്ഥിരം ഇവിടെ കിടക്കുന്നവരാണോ? അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, ഇന്ന് വന്നവരല്ല, ഇത് ഇന്നലെ വേറെ ആൾക്കാരായിരുന്നു ഇവിടെ കടന്നിരുന്നത്. അവിടുത്തെ ഭാവചേഷ്ടകൾ കണ്ടാൽ അറിയാം, അപ്പനും അമ്മയും കുഞ്ഞുങ്ങളുമാണ്. ചാക്കിനടിയിൽ ഈ കടത്തിണ്ണയിൽ പാണ്ടക്കെട്ടിൽ തലവെച്ച് കിടക്കുകയാണ്. ഞാൻ രാത്രി പറയട്ടെ, അനുഭവിക്കുന്ന വേദനകൾക്ക് നടുവിൽ ദൈവം നിനക്ക് തന്ന സാധ്യതകളെ ഓർക്കുമ്പോൾ കൃപ ലഭിച്ച ദൈവമക്കളെ സ്തോത്രം. വേനൽക്കാലം കഴിഞ്ഞ് പെരുമഴ പെയ്യുമ്പോൾ വേനലിന്റെ ദുരിതം മറക്കുന്നത് പോലെ നിനക്ക് തന്ന സാധ്യതകളുടെ നടുവിൽ പലപ്പോഴും ദാരിദ്ര്യത്തിന്റെ ദുരിതം നമ്മൾ മറന്നുപോകും. എന്നാൽ ഇന്ന് രാത്രി കൃപയുടെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് കൈമലർത്തിക്കൊണ്ട് പറയണം, എന്റെ ദൈവമേ, ഞാൻ സാധാരണക്കാരനല്ല, നീ എന്നെ നട്ട വിധത്തിൽ ഞാൻ തിരുവനിക്ക് നന്ദി കരയറ്റുന്നു. ഇന്ന് രാത്രി സാധാരണ സ്തോത്രം പോരാ, ദൈവം നിനക്ക് തന്ന കുടുംബത്തിനായി, ദൈവം നിനക്ക് തന്ന പിതാവിനായി, ദൈവം നിനക്ക് തന്ന മാതാവിനായി, ദൈവം നിനക്ക് തന്ന ദാമ്പത്യത്തിനായി, ദൈവം നിനക്ക് തന്ന ജോലിക്കായി, ദൈവം നിനക്ക് തന്ന പദവിക്കായി, പട്ടിണിയില്ലാതെ ഉറങ്ങാൻ ദൈവം വഴിയൊരുക്കിയതിനാൽ ഇന്ന് രാത്രി ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ സാധാരണക്കാരനല്ല, ഞാൻ പദവി നേടിയ അത്തിയാണ്. ദൈവത്തെ ശ്രദ്ധിക്കണം. ഈ അത്തി നിൽക്കുന്നത് പുറംപറമ്പിലല്ല, ഈ അത്തി നിൽക്കുന്ന മുന്തിരിത്തോട്ടത്തിന് നടുക്കാണ്. യഹൂദ ശൈലിയിൽ പറഞ്ഞാൽ മുന്തിരി സ്പിരിച്വൽ തലമാണ്, അത്തി അവന്റെ ഭൗതിക രാഷ്ട്രീയ തലമാണ്. അങ്ങനെയാണെങ്കിൽ വേരുറപ്പിച്ചിരിക്കുന്നത് ആത്മീക പ്രതലത്തിന്റെ നടുക്കാണ് ഇവന്റെ ഭൗതിക പ്രതലം നിൽക്കുന്നത്. അപ്പോൾ ഇവന്റെ ഭൗതികത വേരുറച്ചിരിക്കുന്നത് അവന്റെ ആത്മീയ പ്രതലമാകുന്ന മുന്തിരിയുടെ നടുവിലാണ്. ഞാൻ രാത്രി പറയട്ടെ, ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ ചിന്തിക്കണം, നിന്റെ ജീവിതത്തിന്റെ വഴികൾ മുഴുവൻ ക്രമീകരിക്കപ്പെട്ടത് നിന്റെ ബുദ്ധിയുടെ കരുതിക്കൂട്ടിയുള്ള നീക്കങ്ങൾ കൊണ്ടല്ല. നിന്റെ പ്രാർത്ഥനയാകുന്ന ആത്മീയ പ്രതലത്തിനകത്ത് ആ മുന്തിരി
തോട്ടത്തിന് നടുക്ക് സർവശക്തൻ നിന്നെ നട്ടുവളർത്തി ആത്മീയ പ്രതലത്തിന് നടുവിലെ ഭൗതിക സുരക്ഷിതത്വം ഓർത്ത് ഇന്ന് രാത്രി സ്തോത്രം ചെയ്തിട്ട് പറയണം, എന്റെ കഴിവല്ലിതിനുള്ള കാരണം എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ അനുഗ്രഹത്തിന്റെ അടിത്തറ പ്രാർത്ഥനയുടെ ആത്മീയ പ്രതലത്തിനകത്ത് ഞാൻ പ്രാപിച്ച ദൈവകൃപയുടെ വ്യാപാരമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കുക, ഈ മുന്തിരിത്തോട്ടത്തിന് നടുവിൽ ഈ അത്തി നിൽക്കുന്നത്, ഈ അത്തി പദവിയുള്ള അത്തിയാണ്. ഇനി മാത്രമല്ല, ഈ അത്തി ആളുള്ള, ചോദിക്കാനും പറയാനും ആളുള്ള അത്തിയാണ്. ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ എന്ന് പറഞ്ഞാൽ സ്തോത്രം അനാഥ അത്തി അല്ലിത്, ഇത് ആളുള്ള അത്തിയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എത്രയോ ജീവനെതിരെയുള്ള പോരാട്ടങ്ങൾ ഉയർന്നപ്പോൾ, നിന്റെ ആയുസ്സിന്റെ മേൽ കൈവയ്ക്കുന്ന അനർത്ഥങ്ങൾ കൺമുൻപിൽ വന്നപ്പോൾ എൻ്റെ ദൈവം അതിനെ അഴിച്ചു മാറ്റിയിട്ട് ഇന്ന് രാത്രി ക്ഷേമത്തോടെ ഇവിടെ കൊണ്ടുവന്നത് നിന്റെ പ്രതിരോധ ശേഷിയുടെ കൂടുതലല്ല, നിന്റെ രക്തത്തിന്റെ ജീനിന്റെ സവിശേഷതയല്ല, നിന്റെ ബന്ധുക്കളുടെ സമ്പത്തിന്റെ ബലമല്ല, നിന്റെ ബാങ്ക് ബാലൻസിന്റെ മഹത്വമല്ല, നിനക്ക് വേണ്ടി വാദിക്കാൻ ഒരു കരം ജീവന്റെ പുറകിൽ ഉയർന്നു നിന്നതാണ് ഇന്ന് രാത്രി ആരോഗ്യത്തോടെ ഇവിടെ ഇരുത്തിയതെന്ന് ആത്മാവിൽ ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം. ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ പദവി നേടിയവരാണെന്ന് മാത്രമല്ല, ഞാൻ സാധാരണക്കാരനല്ല, എനിക്ക് വേണ്ടി ചോദിക്കാൻ ഒരുവന്റെ കരം ചലിക്കുന്നുണ്ട്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമേ, നീ അറിഞ്ഞില്ല നിന്റെ ജീവന് നേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന വെല്ലുവിളികൾ. അവിടെ നീ തകരേണ്ടതായിരുന്നു, നിന്റെ കുടുംബം കെട്ടോടെ തകരേണ്ടതായിരുന്നു, നിന്റെ ആരോഗ്യം അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ ആ വെല്ലുവിളികൾക്ക് നടുവിൽ ഇന്ന് രാത്രിയും സ്വർഗം നിന്നെ നിർത്തിയിരിക്കുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല, അവൻ നിനക്ക് തന്ന പദവിയിൽ തന്റെ വ്യക്തിത്വത്തിന്റെ സുരക്ഷിതത്വം നിനക്ക് അവകാശപ്പെടുത്തിയത് കൊണ്ട് ആരാധിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, എന്റെ കഴിവല്ലതിനുള്ള കാരണം എനിക്ക് വേണ്ടി വാദിച്ച ഒരു കരവിന്റെ പിൻപിലുണ്ട്. ഞാനിവിടെ നിന്ന് ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും എന്റെ ഉള്ളം വല്ലാതെ തുടിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയാണ് ഈ രാത്രി. നിന്റെ ജീവന് നേരെ ഉയർന്ന പല വെല്ലുവിളികളും ആയുസോടെ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് യോഗത്തിന് നേതൃത്വം കൊടുക്കാനും ആരാധിക്കാനും കഴിയാത്ത വിധത്തിലുള്ള അപകടങ്ങൾ നിന്റെ ജീവന്റെ പുറകിൽ വിളിച്ചു വരുത്തിയതാണ്. എന്നാൽ സ്വർഗം അതിനെ മുഴുവൻ അടിച്ചു മാറ്റിയിട്ട് ഇന്ന് രാത്രി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് സാധാരണക്കാരനല്ല, നിന്റെ പുറകിൽ നിനക്ക് വേണ്ടി വാദിച്ച ഒരു കരവിയുടെ വ്യാപരിക്കുന്നുണ്ട്. യേശുവിന്റെ അധികാരം. എന്റെ വ്യക്തിപരമായ അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. എന്റെ പേഴ്സണൽ അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരിക്കൽ 60ഓളം രാത്രികൾ കൺവെൻഷൻ പ്രസംഗിച്ചു വരികയാണ്. 59 രാത്രികളായി കേരളത്തിലെ സെൻട്രൽ കൺവെൻഷൻ്റെയും ലോക്കൽ കൺവെൻഷൻ്റെയും സീസണിൻ്റെയും ദൈവദാസരൊക്കെ എന്നോട് ഓടിയിട്ടുണ്ട്. പ്രസംഗം ഇങ്ങനെ വരികയാണ്. 59 രാത്രികളായി. ഭയങ്കര ക്ഷീണം ശരീരത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ എൻ്റെ വീട് റാന്നിക്ക് സമീപം വലിയകാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നിന്നൊരു 6-7 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീടും എൻ്റെ ഫെയ്ത്തുമായിട്ട്. അവിടെ നിന്ന് ബൈക്കിൽ നേരെ വലിയകാവ് റബ്ബർ തോട്ടവും ടാപ്പിങ്ങുകാരും ഒക്കെ ഉള്ളതുകൊണ്ട് കാര്യങ്ങൾക്കൊന്നും നോട്ടത്തിന് വേണ്ടി ഞാൻ അവിടെ വരെ പോയി കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്ന സമയം കടമ്പുഴ എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് ഞാനിങ്ങനെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നു എതിർവശത്തുകൂടെ ഒരു ലോറി താഴേക്ക് ഒരു ഇറക്കം ഇറങ്ങി വരികയാണ്. ഞാൻ ഇടത്തുവശത്തുകൂടെ മുകളിലോട്ട് കയറി ചെല്ലുന്നു. പെട്ടെന്ന് നോക്കിയപ്പോൾ ഈ ലോറിയിൽ കെട്ടി നിർത്തിയിരിക്കുന്ന കുറച്ച് തടിക്കഷണങ്ങളുണ്ട്. എന്നാൽ ആ തടിക്കഷണങ്ങളിൽ ഒരു തടിക്കഷണം ഈ കെട്ടഴിഞ്ഞിട്ട് സൈഡിലോട്ട് ഊർന്നിറങ്ങുകയാണ്. നിങ്ങളറിയാതെ ബൈക്ക് സ്പീഡിൽ പോകുന്നു, ലോറി എതിരെ വരുന്നു, ഇതിനിടയ്ക്ക് കെട്ടഴിഞ്ഞത് ഇറങ്ങി വരുന്നു. എങ്ങോട്ടേലും ബൈക്ക് മാറ്റണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഇടത്തുവശത്ത് അതിഭയങ്കരമായ തോട് പോലൊരു കാനയാണ്. നേരെ അതിനകത്തോട്ടേ ബൈക്ക് ചാടത്തുള്ളൂ. സ്തോത്രം. രംഗം ആലല പോലെ വിറച്ചു. ഈ തടി ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഞാൻ മുൻപോട്ട് കയറി ചെല്ലുന്നു. ഇങ്ങോട്ട് ചാടാൻ നിവർത്തിയില്ല. അവിടെ വലിയ കുഴിയാണ്. പെട്ടെന്ന് എങ്ങനെയോ ഈ തടി ഒഴിഞ്ഞുപോയി. ആ വെട്ടുപാടെന്ന് പറയുന്ന ഭാഗം
എൻ്റെ തലമുടിയിൽ തൊട്ടില്ല എന്ന മട്ടിൽ കടന്നുപോയി. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ എന്നെ പറഞ്ഞു. പെട്ടെന്ന് ബൈക്ക് അവിടെ ചവിട്ടി. എൻ്റെ ഭാര്യ വിളിച്ചു, ഇങ്ങനൊരു സംഭവം നടന്നെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ഒരു 5-6 മിനിറ്റ് മുൻപ്, അദ്ദേഹത്തെ ഞാൻ പിന്നീട് കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല, മുണ്ടക്കയം പയ്യ സ്വദേശിയായ ദൈവദാസൻ ഇവിടെ വന്നു. ഈ ഫെയ്ത്തൂമിൽ കയറിയിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ വീടിൻ്റെ ഫെയ്ത്തൂമിൽ ചർച്ചിൻ്റെ IPC റാഞ്ച് ടൗൺ ചർച്ചിൻ്റെ ഫെയ്ത്തൂമിൽ നിന്ന് ഒന്ന് പ്രാർത്ഥിക്കണം. അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്: ഇന്നലെ രാത്രി 12 മണി കഴിഞ്ഞ് ഞാൻ ഗാഠമായി ഉറങ്ങുമ്പോൾ ആരോ എന്നെ വന്ന് തട്ടി വിളിക്കുന്നത് പോലെ എഴുന്നേറ്റിരുന്ന് പാസ്റ്റർ രാജു മേത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നാളെ രാവിലെ 10 മണിയോടുകൂടി അദ്ദേഹത്തെ കൊന്നുമാറ്റത്തക്ക വിധത്തിൽ പാതാള ശക്തികൾ പദ്ധതികൾ തയ്യാറാക്കുന്നു. നീ അദ്ദേഹത്തിന് വേണ്ടി അവിടെ എത്തി പ്രാർത്ഥിക്കണം. ഞാൻ പറയട്ടെ, ഫെയ്ത്ത് ഹോമിന്റെ തിണ്ണയിൽ വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ സാധുവായ മനുഷ്യൻ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഈ അനർത്ഥത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ മുൻപിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, കളിയല്ല പ്രാർത്ഥനയുടെ പോരാട്ടം. നീ അറിയാത്ത ചില അനർത്ഥങ്ങൾ നിനക്ക് നേരെ കരുതി വെച്ചിരിക്കുന്ന പൈശാചിക ശക്തികളുടെ മണ്ഡലങ്ങൾക്ക് നടുവിൽ നീ അറിയാത്ത വ്യക്തികളെ നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ച് നാളെ നടത്താൻ നിന്റെ കുടുംബത്തിൽ പിശാച് കരുതി വെച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി 9:20 അഴിച്ചു മാറ്റാൻ കഴിവുള്ള ഒരു കരം ഇതിനകത്ത് ബലത്തോടെ ചലിക്കുന്നുണ്ട് എന്ന ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ പ്രാർത്ഥനയുടെ ശക്തി ലഭിച്ചിട്ട് ഇരിക്കുന്ന ഈ ശബ്ദം ഉയർത്തി പറയണം: ഞാൻ സാധാരണക്കാരനല്ല, ചോദിക്കാനും പറയാനും ആളില്ലാത്ത അഗതിയല്ല ഞാൻ. എനിക്ക് വേണ്ടി കരുതുന്ന ഒരു കരവന്റെ പിന്നിൽ ചലിക്കുന്നു. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയുടെ വ്യാപരിക്കുമ്പോൾ ഇതിനകത്ത് ഇരുന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവന് നേരെ കരമുയർത്തി വാദിക്കുന്ന സാത്താന്യ വ്യാപാരങ്ങളുടെ കെട്ടുകളെ അഴിച്ചു മാറ്റി നിനക്ക് വളമിടത്തക്ക വിധം ഒരു കരം ഇതിനകത്ത് ബലത്തോടെ വ്യാപരിക്കുന്നു. ഒരു സാധാരണ കരമല്ല, അത് നിനക്ക് കിളച്ചു വളമിടുന്ന കരമാണ്. ഞാൻ പറയട്ടെ, ഈ ഉടമസ്ഥൻ വന്നു. ശ്രദ്ധിക്കുക, ഉടമസ്ഥൻ ചോദിക്കുകയാണ്: ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തി ഫലം തരുന്നു, കാണുന്നില്ല, വെട്ടിക്കള, ഇതെന്തിന് നിലത്തെ നിഷ്ഫലമാണ്? ശബ്ദമുയരുകയാണ്: വെട്ടിമാറ്റുക. ഞാൻ ഈ ദൂത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തോട് ദൈവാത്മ വിവേചിപ്പാൻ പറയുന്നു: വെട്ടിമാറ്റുക എന്ന ശബ്ദം ചില ജീവന് നേരെ ഉയരുന്നു. വെട്ടിമാറ്റുക. അപ്പോൾ ഇടയിലേക്ക് കയറി ഈ മധ്യസ്ഥൻ പറയുകയാണ്: ഒരാളുടെ കൂടെ 365 ദിവസം കൂടെ നിൽക്കട്ടെ, ഞാനതിന് കിളച്ചു വളമിടാം. രാത്രി പറയട്ടെ, ആ ബയോപ്സി റിപ്പോർട്ട് ക്യാൻസർ ആകാഞ്ഞത് നിന്റെ കഴിവല്ല, സ്വർഗം കിളച്ചു വളമിട്ടതാ. ആ ഇടവെച്ച് പൊട്ടിപ്പോകുന്ന വേദന വന്നത് പ്രബലപ്പെടാഞ്ഞത് നിന്റെ രക്തചംക്രമണത്തിന്റെ ശക്തിയല്ല, നിനക്കൊരുവൻ കിളച്ചു വളമിട്ടതാ. ആ ഉറക്കം വന്നപ്പോൾ, സ്റ്റിയറിംഗ് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ സ്വർഗം പിടിച്ചു മാറ്റിയത് നിന്റെ വൈദഗ്ധ്യമല്ല, എന്റെ ദൈവം കിളച്ചു വളമിട്ടതാ. നിന്റെ കുടുംബത്തിനെതിരെ ഉയർന്ന ആ ഈശാനുമൂലൻ ചിലതിനെ പറിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ നിന്റെ വേരറുക്കാൻ അനുവദിക്കാഞ്ഞത് നിന്റെ കഴിവല്ല, സ്വർഗം നിനക്ക് കിളച്ചു വളമിട്ടതാ. 2019 ദൈവത്തിന്റെ ആത്മാവ് വിവേചിക്കുകയാണ്. ഇതിനകത്തിരിക്കുന്ന വ്യക്തികളെ ദൈവത്തിന്റെ ആത്മാവ് വിവേചിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ആത്മാക്കളെ തൊട്ട് സംസാരിക്കുകയാണ്. നിന്റെ ജീവന്റെ മേൽ ഉയർന്നു നിന്ന ചില മരണകരമായ വെല്ലുവിളികളെ കഴിഞ്ഞ ദിവസങ്ങൾ സ്വർഗം അഴിച്ചു മാറ്റിയിട്ട് ഇന്ന് രാത്രി ആരോഗ്യത്തോടെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല. എന്റെ ദൈവം എനിക്ക് കിളച്ചു വളമിട്ടതാ, എനിക്ക് കിളച്ചു വളമിട്ടതാ, എനിക്ക് കിളച്ചു വളമിട്ടതാ എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം: എന്റെ ചില അനർത്ഥങ്ങളെ സ്വർഗം അഴിച്ചു മാറ്റിയത് എന്റെ ദൈവം എനിക്ക് കിളച്ചു വളമിട്ടതാ. ഒരാണ്ടുകൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ കോടാലി സജ്ജമായി.
പക്ഷേ സമയം മാറ്റിവെച്ചിരിക്കുന്നു. ഞാൻ യാത്രയിൽ തോതികൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ആത്മനിയോഗത്തോടെ പറയാം, വെട്ടിക്കളയേണ്ട കോടാലി സജ്ജമായി കഴിഞ്ഞു. പക്ഷേ സമയം മുൻപോട്ട് മാറ്റിവെച്ചിരിക്കുന്നു. കർത്താവേ, ഉള്ള സമയം കൊണ്ട് ഫലം കായ്പാൻ നീ എനിക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഞാൻ ഈ ജോലി ഇങ്ങനെ അവസാനിപ്പിക്കുമ്പോൾ പറയട്ടെ, നിന്റെ കയ്യിൽ നിന്ന് ചിലർ ഒഴിഞ്ഞു പോയില്ലേ, അതും ദൈവം നിന്റെ മുൻപിൽ കിളച്ചു വളർന്നതാ. ചില നന്മകൾ കൈകളിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആ കിട്ടുമെന്ന് വിചാരിച്ച നന്മ നിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയില്ലേ, അത് ദൈവം നിനക്ക് കിളച്ചു വളർന്നതാ. ഒരുമിച്ച് എഴുന്നേറ്റാണ്, എല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റാണ്. ശബ്ദം ഉയരട്ടെ, എല്ലാ നാവിൽ നിന്നും പ്രാർത്ഥന ശബ്ദം ഉയരട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. എല്ലാ നാവിൽ നിന്നും പ്രാർത്ഥന ശബ്ദം ഉയരട്ടെ. എല്ലാ 2 കൈകളും കർത്താവിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എത്രത്തോളം ശബ്ദം ഉയർത്താമോ അത്രത്തോളം ശബ്ദം ഉയർത്തി കരയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നിന്ന് കരയണം. തകരാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നിന്ന് തകരണം. ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവേ, നീ എനിക്ക് കിളച്ചു വളർത്തതാ. ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത് എൻ്റെ ശേഷിയല്ല. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തോട് ദൈവാത്മാവ് നിയോഗം ശ്രദ്ധിക്കണേ. വളരെ പറയേണ്ടതുണ്ടെങ്കിലും എൻ്റെ ഹൃദയത്തോട് ദൈവാത്മാവ് പറയുന്നു നിങ്ങളോട് പറയാൻ. ചില പ്രത്യേക നന്മകൾ നിന്റെ കയ്യിൽ നിന്നും ഒഴിഞ്ഞു പോയത് തിന്മയ്ക്കല്ല, അതും ദൈവം കിളച്ചു വളർന്നതാണ്. ഒരിക്കൽ കൂടെ ആത്മാക്കളെ പരിശുദ്ധാത്മാവ് ഈ ഹോളിൽ വിവേചിക്കുന്നു. ചില പ്രത്യേക പ്രതീക്ഷകളുടെ മുമ്പിൽ അത് നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതും എന്റെ ദൈവം കിളച്ചു വളമിട്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയണം, എന്റെ ദൈവം കിളച്ചു വളമിട്ടത് കൊണ്ടാണ് എന്റെ ദൈവം എനിക്ക് നിലനിൽപ്പ് നൽകിയത്. ഞാനൊന്ന് വിശദീകരിക്കാം. കെന്നഡി എയർപോർട്ട് കാണാൻ ഞാൻ പോയിട്ടുണ്ട്. കെന്നഡി സ്പേസ് ഗ്രൗണ്ട് കാണാൻ ഞാൻ പോയിട്ടുണ്ട്. അന്ന് ഞങ്ങളെ അത് കൊണ്ടുപോയ ഗൈഡ് പറഞ്ഞ രംഗം ഓർക്കുന്നു. കെന്നഡിയുടെ സ്പേസ് പ്രോഗ്രാമിൽ ഒരു അധ്യാപകനെയോ അധ്യാപികയെ ഉൾപ്പെടുത്താൻ, ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്പേസ് ക്രമീകരണങ്ങൾ ചെയ്യാൻ അവർ തീരുമാനിച്ചതനുസരിച്ച് 1000-ഓളം ആളുകളെ സജസ്റ്റ് ചെയ്തു. അവരിൽ നിരീക്ഷണ ഗവേഷണ പരീക്ഷണം നടക്കുകയാണ്. അവസാന റൗണ്ടിൽ 2 പേരെ തെരഞ്ഞെടുത്തു. 2 അധ്യാപകർ, ഒരു ലേഡിയാണ്, മറ്റൊരു ദൈവത്തിന് സ്തോത്രം പുരുഷനാണ്. അദ്ദേഹം ഒത്തിരി പ്രതീക്ഷയോടുകൂടെയാണ് ഈ ക്രമീകരണങ്ങളിൽ ഏർപ്പെട്ടത്. അവസാന റൗണ്ടിൽ അയാൾ തള്ളപ്പെട്ടു. അയാളുടെ അപ്പനോട് പറഞ്ഞു, ഒത്തിരി പരിശ്രമിച്ചാണ് എനിക്കൊരു സ്പേസ് യാത്ര ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചത്, അത് കൈവിട്ടുപോയി. അപ്പോൾ കെന്നഡി സ്പേസ് അതേ ആ ഭാഗത്തു നിന്ന് ഈ റോക്കറ്റ് കത്തി ഉയരുന്ന രംഗം ടിവിയുടെ മുൻപിൽ അപ്പനും മകനും കൂടി നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം തള്ളപ്പെട്ട സ്ഥാനത്ത്, ഇദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഒരു ടീച്ചർ ആ സ്ഥാനത്ത് കയറി. ആ വിധത്തിൽ ഒരു സ്ത്രീക്ക് ആ സ്ഥാനം കിട്ടി. കരഞ്ഞിയ കണ്ണുകളോടുകൂടെ ഇദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മുകളിലോട്ട് കുതിച്ചുയർന്ന ഈ പ്രത്യേക സ്പേസ് ഷട്ടിൽ ഏതാണ്ട് അതിവേഗം ഉയർന്നിട്ട് ഒരു പൂത്തിരി കത്തുന്നത് പോലെ തിരിച്ച് താഴേക്ക് പൊട്ടിച്ചിതറി താഴേക്ക് ഇറങ്ങുന്ന കാഴ്ച, ആ ദുരന്തം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പിതാവ് മകന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞ വാചകം, മോനെ, പ്രതീക്ഷകളുടെ പൂർത്തീകരണത്തിൽ മാത്രമല്ല, നിന്റെ രക്തചംക്രമണത്തിന്റെ ശക്തിയല്ല, നിനക്കൊരുവൻ കിളച്ചു വളവിട്ടതാ. ആ ഉറക്കം വന്നപ്പോൾ, സ്റ്റിയറിംഗ് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ സ്വർഗം പിടിച്ചു മാറ്റിയത് നിന്റെ വൈദഗ്ധ്യമല്ല, എന്റെ ദൈവം കിളച്ചു വളവിട്ടതാ.
നിന്റെ കുടുംബത്തിനെതിരെ ഉയർന്ന ആ ഈശാനുകൂലം ചിലതിനെ പറിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ നിന്റെ വേരറുക്കാൻ അനുവദിക്കാഞ്ഞത് നിന്റെ കഴിവല്ല, സ്വർഗം നിനക്ക് കിളച്ചു വളമിട്ടതാ. 2019 ദൈവത്തിന്റെ ആത്മാവ് വിവേചിക്കുകയാണ്. ഇതിനകത്തിരിക്കുന്ന വ്യക്തികളെ ദൈവത്തിന്റെ ആത്മാവ് വിവേചിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ആത്മാക്കളെ തൊട്ട് സംസാരിക്കുകയാണ്. നിന്റെ ജീവന്റെ മേൽ ഉയർന്നു നിന്ന ചില മരണകരമായ വെല്ലുവിളികളെ കഴിഞ്ഞ ദിവസങ്ങൾ സ്വർഗം അഴിച്ചു മാറ്റിയിട്ട് ഇന്ന് രാത്രി ആരോഗ്യത്തോടെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല. എന്റെ ദൈവം എനിക്ക് കിളച്ചു വളമിട്ടതാ, എനിക്ക് കിളച്ചു വളമിട്ടതാ, എനിക്ക് കിളച്ചു വളമിട്ടതാ എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം. എന്റെ ചില അനർത്ഥങ്ങളെ സ്വർഗം അഴിച്ചു മാറ്റിയത് എന്റെ ദൈവം എനിക്ക് കിളച്ചു വളമിട്ടതാ. ഒരാണ്ടുകൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ കോടാലി സജ്ജമായി, പക്ഷേ സമയം മാറ്റിവെച്ചിരിക്കുന്നു. ഞാൻ യാത്രയിൽ ജോലികൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ആത്മനിയോഗത്തോടെ പറയാം, വെട്ടിക്കളയേണ്ട കോടാലി സജ്ജമായി കഴിഞ്ഞു, പക്ഷേ സമയം മുൻപോട്ട് മാറ്റിവെച്ചിരിക്കുന്നു. കർത്താവേ, ഉള്ള സമയം കൊണ്ട് ഫലം കായ്പാൻ നീ എനിക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഞാൻ ഈ ജോലി ഇങ്ങനെ അവസാനിപ്പിക്കുമ്പോൾ പറയട്ടെ, നിന്റെ കയ്യിൽ നിന്ന് ചിലർ ഒഴിഞ്ഞു പോയില്ലേ, അതും ദൈവം നിന്റെ മുൻപിൽ കിളച്ചു വളർന്നതാ. ചില നന്മകൾ കൈകളിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആ കിട്ടുമെന്ന് വിചാരിച്ച നന്മ നിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയില്ലേ, അത് ദൈവം നിനക്ക് കിളച്ചു വളർന്നതാ. ഒരുമിച്ച് എഴുന്നേറ്റാണ്, എല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റാണ്. ശബ്ദം ഉയരട്ടെ, എല്ലാ നാവിൽ നിന്നും പ്രാർത്ഥന ശബ്ദം ഉയരട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. എല്ലാ നാവിൽ നിന്നും പ്രാർത്ഥന ശബ്ദം ഉയരട്ടെ. എല്ലാ 2 കൈകളും കർത്താവിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എത്രത്തോളം ശബ്ദം ഉയർത്താമോ അത്രത്തോളം ശബ്ദം ഉയർത്തി കരയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നിന്ന് കരയണം. തകരാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നിന്ന് തകരണം. ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവേ, നീ എനിക്ക് കിളച്ചു വളർത്തതാ. ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത് എൻ്റെ ശേഷിയല്ല. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തോട് ദൈവാത്മാവ് നിയോഗം ശ്രദ്ധിക്കണേ. വളരെ പറയേണ്ടതുണ്ടെങ്കിലും എൻ്റെ ഹൃദയത്തോട് ദൈവാത്മാവ് പറയുന്നു നിങ്ങളോട് പറയാൻ. ചില പ്രത്യേക നന്മകൾ നിന്റെ കയ്യിൽ നിന്നും ഒഴിഞ്ഞു പോയത് തിന്മയ്ക്കല്ല, അതും ദൈവം കിളച്ചു വളർന്നതാണ്. ഒരിക്കൽ കൂടെ ആത്മാക്കളെ പരിശുദ്ധാത്മാവ് ഈ ഹോളിൽ വിവേചിക്കുന്നു. ചില പ്രത്യേക പ്രതീക്ഷകളുടെ മുൻപിൽ അത് നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതും എന്റെ ദൈവം കിളച്ചു വളമിട്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയണം, എന്റെ ദൈവം കിളച്ചു വളമിട്ടത് കൊണ്ടാണ് എന്റെ ദൈവം എനിക്ക് നിലനിൽപ്പ് നൽകിയത്. ഞാനൊന്ന് വിശദീകരിക്കാം. കെന്നഡി എയർപോർട്ട് കാണാൻ ഞാൻ പോയിട്ടുണ്ട്. കെന്നഡി സ്പേസ് ഗ്രൗണ്ട് കാണാൻ ഞാൻ പോയിട്ടുണ്ട്. അന്ന് ഞങ്ങളെ അത് കൊണ്ടുപോയ ഗൈഡ് പറഞ്ഞ രംഗം ഓർക്കണം. കെന്നഡിയുടെ സ്പേസ് പ്രോഗ്രാമിൽ ഒരു അധ്യാപകനെയോ അധ്യാപികയെ ഉൾപ്പെടുത്താൻ, ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്പേസ് ക്രമീകരണങ്ങൾ ചെയ്യാൻ അവർ തീരുമാനിച്ചതനുസരിച്ച് 1000-ഓളം ആളുകളെ സജസ്റ്റ് ചെയ്തു. അവരിൽ നിരീക്ഷണ ഗവേഷണ പരീക്ഷണം നടക്കുകയാണ്. അവസാന റൗണ്ടിൽ 2 പേരെ തെരഞ്ഞെടുത്തു. 2 അധ്യാപകർ, ഒരു ലേഡിയാണ്, മറ്റൊരു ദൈവത്തിന് സ്തോത്രം പുരുഷനാണ്. അദ്ദേഹം ഒത്തിരി പ്രതീക്ഷയോടുകൂടെയാണ് ഈ ക്രമീകരണങ്ങളിൽ ഏർപ്പെട്ടത്. അവസാന റൗണ്ടിൽ അയാൾ തള്ളപ്പെട്ടു. അയാളുടെ അപ്പനോട് പറഞ്ഞു, ഒത്തിരി പരിശ്രമിച്ചാണ് എനിക്കൊരു സ്പേസ് യാത്ര ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചത്, അത് കൈവിട്ടുപോയി. അപ്പോൾ കെന്നഡി സ്പേസ് അതേ ആ ഭാഗത്തു നിന്ന് ഈ റോക്കറ്റ് കത്തി ഉയരുന്ന രംഗം ടിവിയുടെ മുൻപിൽ അപ്പനും മകനും കൂടി നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം തള്ളപ്പെട്ട സ്ഥാനത്ത്, ഇദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഒരു ടീച്ചർ ആ സ്ഥാനത്ത് കയറി. ആ വിധത്തിൽ ഒരു സ്ത്രീക്ക് ആ സ്ഥാനം കിട്ടി. കരഞ്ഞിയ കണ്ണുകളോടുകൂടെ ഇദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മുകളിലോട്ട് കുതിച്ചുയർന്ന
ഈ പ്രത്യേക സ്പേസ് ഷട്ടിൽ ഏതാണ്ട് അതിവേഗം ഉയർന്നിട്ട് ഒരു പൂത്തിരി കത്തുന്നത് പോലെ തിരിച്ച് താഴേക്ക് പൊട്ടിച്ചിതറി താഴേക്ക് ഇറങ്ങുന്ന കാഴ്ച, ആ ദുരന്തം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പിതാവ് മകന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞ വാചകം, മോനെ, പ്രതീക്ഷകളുടെ പൂർത്തീകരണത്തിൽ മാത്രമല്ല, മോഹഭംഗങ്ങൾക്കകത്തും ദൈവത്തിന്റെ കിളച്ചു വളമിടിയിലുണ്ട്. ഇന്ന് രാത്രി ആ രണ്ട് കൈകളും നെഞ്ചോർന്ന് ചേർത്ത് വെച്ച് ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ ചില വ്യക്തികളോട് ദൈവം പറയുന്നു, നിന്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചിലത് കൈവിട്ടുപോയത് അതും ദൈവം കളച്ചു വളമിട്ടതാ. എന്നാൽ ഇന്ന് രാത്രി ഫലം കായ്പാൻ എനിക്ക് കൃപ തരണമേ കർത്താവേ എന്ന് ആ നെഞ്ചിൽ കൈവച്ച് രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് ശബ്ദം ഉയർത്തി യേശുവേ എന്നൊന്ന് പറഞ്ഞ് നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ ശബ്ദം ഉയരട്ടെ. എല്ലാ നാവിലും പ്രാർത്ഥന ശബ്ദം. ഇന്ന് രാത്രി ഈ പരിശുദ്ധാത്മാവ് ഇതിനകത്തെ വ്യക്തികളെ ആഴത്തിൽ വിവേചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടിന്റെ ശക്തികൾ ചില വ്യക്തികളുടെ ആധിപത്യം പുലർത്തിയിട്ട് ചില ജീവനുകളെ കട്ട് ചെയ്ത് കളയത്തക്ക വിധത്തിൽ ഓടാൻ വീഴേണ്ടതിന് വേണ്ടി പതനരംഗം ഒരുക്കുവാൻ പദ്ധതികൾ തയ്യാറാക്കി നിൽക്കുമ്പോൾ ഇന്ന് രാത്രിയുടെ വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യത്തിന് മുമ്പിൽ സ്വർഗം ചില വ്യക്തികളെ ആഴത്തിൽ തൊടുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ രണ്ട് കൈകളും നെഞ്ചോട് ചേർത്ത് വെച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച് നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദം അടുത്തിരിക്കുന്ന ആളിന്റെ കാതിൽ മുഴങ്ങട്ടെ, അടുത്തിരിക്കുന്ന ആളിന്റെ കാതിൽ മുഴങ്ങട്ടെ. കർത്താവേ, ദൈവത്തിന് സ്തോത്രം. വരം കായ്ച്ചില്ലെങ്കിലും എനിക്കിനിയുള്ള ദിവസങ്ങൾ ഫലം കായ്ക്കണം, എനിക്കിനിയുള്ള ദിവസങ്ങൾ ഫലം കായ്ക്കണം. ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഈ അത്തി പദവി പിന്നീട് ഈ അത്തിയാണ്, ഈ അത്തി സ്ഥാനമലങ്കരിക്കുന്ന അത്തിയാണ്, ഈ അത്തി ഉടമസ്ഥനുള്ള അത്തിയാണ്, ഈ അത്തി ഉത്തരവാദിത്വമുള്ള അത്തിയാണ്, ഈ അത്തി സംരക്ഷണം അനുഭവിച്ച അത്തിയാണ്, ഈ അത്തി കിളച്ചു വളവിടി ഏറ്റുവാങ്ങിയ അത്തിയാണ്, ഈ അത്തി ആയുസിന്റെ ദിവസങ്ങൾ പ്ലാൻ ചെയ്യപ്പെട്ട അത്തിയാണ്, ഈ അത്തി ഒരു വർഷത്തിനുള്ളിൽ കോടാലിയുടെ വെട്ടേക്കത്തക്ക വിധത്തിൽ സമയം കലണ്ടറിൽ പ്ലാൻ ചെയ്യപ്പെട്ട അത്തിയാണ്. എന്നാൽ ഇനിയും ഫലം കായ്ക്കാതെ പോയാൽ ആ കോടാലിയെതിരെ ഉയരാൻ സാധ്യതയുള്ളപ്പോൾ ഇന്ന് രാത്രി എന്റെ ജീവനെ നിങ്ങൾ തരികയാണ്. എനിക്കിനിയുമുള്ള ശിഷ്ടായുസ് അങ്ങയ്ക്കായി ഫലം കായ്ക്കണം കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ രണ്ട് കൈകളും നെഞ്ചോട് ചേർത്ത് വെച്ച് ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഈ ദൂതിന് രാത്രി ഈ ഹോളിനകത്ത് മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചില ജീവനെതിരെ ഉയരാൻ തുടങ്ങുന്ന കോടാലിയുടെ ഭീകരതകളെ മധ്യസ്ഥന്റെ കരങ്ങളാൽ പിടിച്ചു മാറ്റിയത് കൊണ്ടാണ് എനിക്കും നിനക്കും വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ എതിരിൽ നിൽക്കുന്ന ഒരു മധ്യസ്ഥന്റെ റോളുള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രി നീ ആരോഗ്യത്തോടെ ഇവിടെ നിന്ന് സ്തോത്രം ചെയ്യുന്നതെന്ന് ഗ്രഹിച്ചുകൊണ്ട് എനിക്ക് നിൽക്കുന്ന നിൽപ്പിൽ സ്തോത്രം പറയുക മാത്രമല്ല, കവിൾത്തലങ്ങൾ ഒന്ന് നനഞ്ഞൊഴുകട്ടെ. നിന്റെ പ്രാർത്ഥനയുടെ വാക്ക് രൂപമാണ് ഇത്രയും നേരം ഉയർന്നതെങ്കിൽ നിന്റെ പ്രാർത്ഥനയുടെ ദ്രാവക രൂപം കവിൾത്തലങ്ങളിലൂടെ ഇന്ന് രാത്രി ഒഴുകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ പ്രാർത്ഥനയുടെ വാചക രൂപമാണ് ഇന്ന് രാത്രി നിന്റെ വായിലൂടെ ഉയർന്നതെങ്കിൽ നിന്റെ പ്രാർത്ഥനയുടെ ദ്രാവക രൂപം കണ്ണിലൂടെ ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന് സ്തോത്രം. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് നിലവിളിക്കുന്നത് പോലെ ഇന്ന് രാത്രി നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് ഓ രക്തകാർജയം നെഞ്ചിൽ കൈവച്ച് നിലവിളിക്കുന്ന വ്യക്തികളുടെ അരുതാസ്വരം സ്വർഗ്ഗം ഇന്ന് രാത്രിയിൽ കാതിൽ പ്രതീക്ഷിക്കുകയാണ്. പരീശന്റെ പ്രാർത്ഥനയുടെ ശൈലിയിലല്ല, ചുങ്കക്കാരന്റെ മാറിയടിച്ചുള്ള പ്രാർത്ഥനയോടുകൂടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അനുതാപത്തിന്റെ കവിൾത്തലങ്ങൾ ഒഴുകുന്ന വ്യക്തികളുടെ കുടുംബങ്ങളിൽ നിന്ന് അനർത്ഥത്തിന്റെ കോടാലി അടിച്ചു മാറ്റുന്ന ഒരു കരം ഞാൻ ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയ്ക്കകത്ത് കാണുകയാണ്. അനുതാപത്തിന്റെ കണ്ണുനീർ തുള്ളികൾ കവിളുകളിൽ ചാരി പൊട്ടി വരണമെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് വരാൻ തുടങ്ങുന്ന അനർത്ഥത്തിന്റെ കോടാലിയെ സ്വർഗ്ഗം ഇന്ന് രാത്രി അടിച്ചു മാറ്റുന്ന രാത്രിയാണ്. പൈശാചിക അധികാരങ്ങൾ, ബന്ധനങ്ങൾ, ദേശീയ ശക്തികളുടെ ഭീകര വാഴ്ചകൾ, ആ ദേശത്ത് ദൈവസഭയ്ക്കെതിരെ പോരാടി നിൽക്കുന്ന പഴയ പാമ്പിന്റെ ആധിപത്യങ്ങൾ, ദൈവസഭയെ തകർത്ത് കളയുന്നതിന് ദേശത്തെ ദൈവപ്രവൃത്തിക്കെതിരെ ചില ജീവനുകൾ കളിവച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ചില വ്യക്തികളുടെ ആധിപത്യം പുലർത്തുന്ന കെട്ടിനെ അടിച്ചു മാറ്റാൻ ഇതാ ദൈവമുത്തന്റെ കരം ചില ജീവന്റെ സുരക്ഷിതത്വത്തിനായി ഉയരുകയാണ്. ദൈവം പറയുന്നു,
കോടാലി വീഴുന്നതിന് മുൻപ് അനുദപിപ്പാൻ ദൈവാത്മാവ് ക്ഷണിക്കുകയാണ്. ഈ രാത്രി ഈ ഭൂമിയിലും ദൈവാത്മാവ് എനിക്ക് ശക്തമായി നൽകിയ നിയോഗത്തിൽ പറയുന്നു, കോടാലി വീഴുന്നതിന് മുൻപ് അനുദപിക്കാൻ ദൈവാത്മാവ് ക്ഷണിക്കുകയാണ്. എന്നെ കർത്താവിന്റെ കരങ്ങളിൽ തരികയാണ്. 2023 ആ കണ്ണുകൾ ചിലരെ നോക്കി ഫലം കായ്ച്ചില്ല. എങ്കിലും കിളച്ചു വളർന്നു. 2022 ഫലം കായ്ച്ചില്ല. എങ്കിലും കിളച്ചു വളർന്നു. 2025 പ്രതീക്ഷിച്ച ഫലം കായ്ച്ചില്ല. എങ്കിലും കിളച്ചു വളർന്നു. വർഷം തീരാൻ തുടങ്ങുന്നു. ഒക്ടോബർ എത്തിക്കഴിഞ്ഞു. 1 മാസം കൂടെ കഴിയുമ്പോൾ ഈ വർഷം അവസാനിക്കും. ഫലം കായ്ക്കുന്നില്ലെങ്കിൽ ഒരാണ്ടു കൂടെ എൻ്റെ ആയുസ്സിനെ നിന്റെ കൈകളിൽ തരുന്നു. എനിക്ക് നീ ഫലം കായ്ക്കണം. എൻ്റെ സമയം വളരെ പോയി. വർഷം തീരുകയാണ്. കോടാലി വീഴും മുൻപ് എനിക്ക് ഫലം കായ്ക്കണം. പാസ്റ്റർ, എനിക്ക് പ്രാർത്ഥന വേണം എന്നാഗ്രഹിക്കുന്നവർ വലതുകരം ഉയർത്തിച്ചാൽ എനിക്ക് പ്രാർത്ഥന വേണം. ഈ നിലയിൽ പോയാൽ പറ്റില്ല. എനിക്ക് ഫലം കായ്ക്കണം. പരിശുദ്ധനായ നമ്മുടെ ദൈവമേ, ഒരു ചെറിയ വചനധ്യാനത്തിൽ പരിശുദ്ധാത്മാവിടെ പെട്ട ദൂതിന് മുൻപിൽ ഈ സദസ്സിനോട് അങ്ങ് സംസാരിച്ചു. അമാന്തിക്കാതെ ഫലം കായ്ക്കേണ്ടതിന്, അനുതാപം കൊണ്ട് കോടാലി ഒഴിച്ചു മാറ്റേണ്ടതിന് ഈ കരങ്ങളുടെ മേൽ കൃപയുടെ ശക്തി വ്യാപരിക്കട്ടെ. എളിയവന്റെ മേൽ നൽകിപ്പെട്ടിരിക്കുന്ന ആത്മീയ അധികാരത്താൽ ഈ സദസ്സിനെ നിന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ദൈവിക സുരക്ഷിതത്വം ഇവർക്കായി സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ദൈവസന്നിധിക്കാം. സമയം ഒട്ടും നമ്മുടെ മുൻപില്ല. ഞങ്ങൾക്ക് ഇന്ന് രാത്രി വളരെ ദൂരം യാത്ര ചെയ്ത് മടങ്ങിയെത്തേണ്ടതുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് എൻ്റെ വാക്കുകൾക്ക് അവസാന കുത്തിന് മുൻപ് ഒന്നുകൂടെ പറയട്ടെ. ഒരു പ്രസംഗം എന്ന നിലയിൽ കേട്ടു മറക്കരുത്. അനുദപിക്കാൻ ദൈവം തന്ന അവസരമാണ്. കിളച്ചു വളമിട്ട് നിർത്തിയ സമയം മുൻപോട്ട് പോയാൽ അതിൻ്റെ പീരീഡ് അവസാനിക്കും. അവസാനിച്ചു കഴിഞ്ഞാൽ കോടാലി വീഴും. അതിനു മുൻപ് അനുദപിക്കാനുള്ള സമയം പ്രയോജനപ്പെടുത്തുക. ആത്മനിയോഗത്താൽ ദൈവാത്മാവ് 4 വചനം പങ്കുവയ്ക്കുന്നു. പ്രിയപ്പെട്ടവരുടെ മധ്യത്തിൽ കർത്താവ് നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ കർത്താവിൻ്റെ ദാസനും ഒരുപാട് ഇനിയും യാത്ര ചെയ്യേണ്ടതുണ്ട്. യാത്രയിൽ നിങ്ങളുടെ സാധ്യത പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കും.